അസ്സലാമു അലൈക്കും. നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട അതിഥികൾ ഇന്ന് ലഭ്യമായിട്ടുണ്ട്. നമ്മൾ കൂടുതൽ ആമുഖം ഒന്നും നടത്തുന്നില്ല. നേരെ അവരെ കേൾക്കാനായിട്ട് നമുക്ക് സദസ്സിനെ വിട്ടുകൊടുക്കാം. ഇന്ന് ഇവിടെ ഇരിക്കേണ്ട, ഈ പൊസിഷനിൽ ഇരിക്കേണ്ട ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വർ, അദ്ദേഹം വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. ചില എമർജൻസി കേസുകൾ കാരണം അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടി വന്നു. അദ്ദേഹം ഇവിടെ ഓൺലൈനായിട്ട് ജോയിൻ ചെയ്യും എന്നറിയിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ രണ്ട് അതിഥികളെയും ഹൃദ്യമായി ഇവിടെ സ്വാഗതം ചെയ്യുകയാണ്. ഔദ്യോഗികമായ ഒരു സ്വാഗതം നടന്നു കഴിഞ്ഞു. ഞാൻ ചർച്ചയിലേക്ക് അനൗദ്യോഗികമായിട്ട് ഒന്നുകൂടി ഫാദർ സെബാസ്റ്റ്യൻ ചെമ്പുങ്കണ്ടത്തിൽ, അതുപോലെ സജീവൻ സാർ, രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു. സജീവൻ സാർ ഇവിടെ പലതവണ വന്നതാണ്. സജീവൻ സാറിന്റെ പുസ്തകം പല ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന് മുൻകൈ എടുത്തത് ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദ് അവറുകളാണ്. അവസാനമായി ഇറങ്ങിയത് ഇറ്റാലിയൻ. ഹൗസ യോറൂബ ഒക്കെ കേട്ടില്ല നിങ്ങൾ? അപ്പോ ഹൗസയിലേക്കാണ് അവസാനമായി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത്. മുസ്ലിമിന്റെ പ്രിയപ്പെട്ട ഇസ്ലാം. ഏതായാലും നമ്മൾ കൂടിയിട്ടുള്ളത് ഒരു ചരിത്ര പുരുഷനെ സ്മരിക്കാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും ചുരുങ്ങിയത് എല്ലാവർക്കും നബി ചരിത്ര പുരുഷനാണ്, മുസ്ലിങ്ങൾക്ക് ദൈവദൂതനാണ്. മറിയമിന്റെ പുത്രൻ ഈസയും മുസ്ലിങ്ങൾക്ക് ദൈവദൂതനാണ്. അബ്ദുള്ളയുടെ പുത്രൻ ആമിനയുടെയും പുത്രൻ മുഹമ്മദും ദൈവദൂതനാണ്. അപ്പൊ ചരിത്ര പുരുഷന്മാരെയും ആചാര്യന്മാരെയും സ്മരിക്കുക, അവരുടെ നന്മകൾ പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മൾ തമ്മിലുള്ള ഇഴയടുപ്പങ്ങളെ ശക്തമാക്കാനും വിവിധ സമൂഹങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ എന്ന നിലക്ക് ബന്ധങ്ങളെ സുദൃഢമാക്കാനും ഒക്കെ നമ്മെ കൂടുതൽ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സദസ്സിനെ വളരെ പ്രാധാന്യത്തോടെയും താല്പര്യത്തോടെയും അതിലേറെ ചാരിതാർത്ഥ്യത്തോടെയുമാണ് ഞാൻ കാണുന്നത്, നമ്മളെല്ലാവരും കാണുന്നത്. കൂടുതൽ ഞാൻ ചോദ്യം ചോദിക്കുന്നു, നമ്മുടെ അതിഥികൾ ഉത്തരം പറയുന്നു. അങ്ങനെ ഒരു ശൈലിയിലല്ല നമ്മൾ പോകുന്നത്. ഇനി ഇത്ര ദീർഘമായിട്ട് ഞാൻ മൈക്കിൽ സംസാരിക്കുകയില്ല എന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. നമ്മുടെ അതിഥികൾ സംസാരിക്കും. ചരിത്ര പുരുഷന്മാരെ കുറിച്ച് പറയുക എന്നുള്ളത് സ്തുത്യർഹമായ കാര്യമാണ്. അതുകൊണ്ട് ചരിത്രത്തിൽ നബി അടയാളപ്പെട്ടതിനെ കുറിച്ചും മനുഷ്യർ നബിയെ അനുഭവിച്ചതിന്റെ കയറ്റിറക്കങ്ങളെ കുറിച്ചുമൊക്കെ അവർ സംസാരിക്കും. വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി സജീവൻ സാറിലേക്ക് പോകാം. ഞാൻ എൻ്റെ വലത് നിന്നേക്ക് പിടിച്ചത്, എങ്ങനെയായാലും കുഴപ്പമില്ല. സന്തോഷം. അപ്പോൾ ദൈവദൂതൻ എന്നുള്ളതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നബിയുടെ ഏറ്റവും പ്രാഥമികമായ ഒരു വിശേഷണം. അതോടൊപ്പം അദ്ദേഹം കുട്ടികളുടെ പ്രവാചകനാണ്, സ്ത്രീകളുടെ പ്രവാചകനാണ്, സുഗന്ധങ്ങൾ ഇഷ്ടപ്പെട്ട പ്രവാചകനാണ്. അതുപോലെ ജീവിതത്തിന്റെ പല തുറകളിലും അദ്ദേഹം മാതൃകകൾ കാഴ്ചവെച്ചു. അത് പ്രവാചകന്റെ ജീവിതത്തെ കമ്പോട് കമ്പ് പിന്തുടരേണ്ട
മത പാരമ്പര്യത്തിൽ വിശ്വസിക്കാത്തവർ ആ നബിയെ എങ്ങനെ കാണുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ കൗതുകമുണർത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ കേൾക്കാം. ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ദാറുദയിലേക്ക് വരിക എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ഒരു തവണയല്ല, ഒരുപാട് തവണ വന്ന സ്ഥലമാണ് ദാറുദ. ഇവിടെ ഈ ക്യാമ്പസിൽ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ സംസാരിച്ചിട്ടുള്ള വിഷയം ഇസ്ലാമിനെ കുറിച്ചോ പ്രവാചകനെ കുറിച്ചോ ആയിരിക്കും. ഞാൻ എഴുതിയ പുസ്തകങ്ങളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകം ഇസ്ലാമുമായി ബന്ധപ്പെട്ട, ഞാൻ നേരത്തെ പരാമർശിച്ച ഒരു അമുസ്ലിമിന്റെ പ്രിയപ്പെട്ട ഇസ്ലാം എന്നുള്ളതാണ്. എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഇപ്പോൾ 7 ഭാഷകളിൽ പരിഭാഷപ്പെടുത്തപ്പെട്ട ഒരു പുസ്തകമാണ്. ഈ ഹൗസ എന്ന ഭാഷ എന്റെ ജീവിതത്തിൽ ഞാൻ കേൾക്കാത്തൊരു ഭാഷയാണ്. ആ ഭാഷയിൽ എന്റെ പുസ്തകം വന്നു എന്ന് പറയുമ്പോൾ, ആഫ്രിക്കൻ ഭാഷയാണ്, ആ ഭാഷയിൽ എന്റെ പുസ്തകം വന്നു എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സന്തോഷമുള്ളതാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നില്ല ഹൗസയിൽ ഏതെങ്കിലും മലയാളികൾ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ വന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ അറിവില്ലായ്മ ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. ഇറ്റാലിയൻ ഭാഷയിൽ എന്റെ വീട്ടിൽ പോയുള്ളതിൽ പലപ്പോഴും ആളുകൾ ചോദിക്കും ഇതിലെന്താണ് എഴുതി, എനിക്ക് അറിയില്ല. ആകെ അതിലുള്ള എന്റെ പേര് ഇംഗ്ലീഷിലുണ്ട് എന്നുള്ളത്, എന്റെ ഒരു ഫോട്ടോ ഉണ്ട് എന്നുള്ളത് ആ പുസ്തകത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏക കാര്യം. അപ്പോ അങ്ങനെ ഉണ്ട്. ഇപ്പൊ അറബിയിൽ ഇപ്പം പരിഭാഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. തമിഴിൽ വന്നിട്ടുണ്ട്, ഹിന്ദിയിൽ പല എഡിഷൻ വന്നു കഴിഞ്ഞു, ബംഗാളിയിൽ വന്നു. ഇങ്ങനെ പല ഭാഷകളിലായിട്ട് ഇത് വന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിന് ഞാൻ നന്ദി പറയേണ്ടത് ദാറുൽ ഹുദയോടും ഇതിന്റെ ആണിക്കല്ല് എന്നൊക്കെ പറയാവുന്ന ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിയോടുമാണ്. കാരണം ഈ പുസ്തകം എഴുതിയത് എന്നെ ആരും പ്രേരിപ്പിച്ചിട്ടല്ല. ശരിക്കും എഴുതാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഇത് തന്നെയാണ്, ഹൃദ്യം മുഹമ്മദ് എന്ന് പറയുന്നതിനാണ്. എന്തുകൊണ്ടാണ് ഹൃദ്യം മുഹമ്മദ് ആവുന്നത്? അതായത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മുസ്ലിം അല്ല, ഇസ്ലാം വിശ്വാസിയല്ല. എന്നിട്ട് ഞാൻ എന്തുകൊണ്ടത് എഴുതി എന്നുള്ളതാണ്. കാരണം എൻ്റെ ജീവിതത്തിലുള്ള അനുഭവങ്ങളിൽ 2 കാര്യങ്ങൾ എൻ്റെ മുമ്പിലുണ്ടായി. ഒന്ന്, എൻ്റെ സ്ഥലം നിങ്ങൾക്ക് പല ആളുകൾക്ക് അറിയുമെന്ന് അറിയില്ല, ഞാൻ ബേപ്പൂരുകാരനാണ്. അവിടെ എൻ്റെ വീടിന് ചുറ്റുമുള്ളത് നല്ലൊരു ശതമാനം മുസ്ലിങ്ങളാണ്. എൻ്റെ സുഹൃത്തുക്കൾ 1ാം ക്ലാസ് മുതൽ എൻ്റെ സുഹൃത്തുക്കൾ മുഴുവൻ, ഏറ്റവും നല്ല സുഹൃത്തുക്കളൊക്കെ മുസ്ലിങ്ങളാണ്. ഇപ്പോഴും അങ്ങനെയുള്ള ആളുകളാണ്. പക്ഷെ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ നമ്മുടെ ബാബരി മസ്ജിദിന്റെ ഒക്കെ തകരുന്നതിന് മുമ്പുള്ള ആദ്യത്തെ ഈ ബഹളങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ രഥയാത്രകളും മറ്റും ഉണ്ടായ സമയത്ത്, അപ്പോഴൊക്കെ ഉയർന്നു വന്ന ഒരു വലിയ മുദ്രാവാക്യം, ഒരു ഭാഗത്തു നിന്ന് ഉയർന്നു വന്നിട്ടുള്ള മുദ്രാവാക്യമോ ആക്രോശമോ ഒക്കെ മുസ്ലിം ഭീകരവാദികൾ എന്നുള്ളതായിരുന്നു. ബാബരി മസ്ജിദ് തകർക്കുന്ന സമയത്തും തകർത്തതിന് ശേഷവും ഈ ആക്രോശങ്ങൾക്ക് ആക്കം കൂടുകയാണ് ചെയ്തത്. കാരണം തകർക്കപ്പെട്ടത് അതുവരെ അല്ലെങ്കിൽ ഏറെക്കാലമായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് മുസ്ലിങ്ങൾ പ്രാർത്ഥന നടത്തിയിരുന്ന, മുസ്ലിങ്ങൾ നിസ്കരിച്ചിരുന്ന ഒരു ആരാധനാലയമാണ്. പക്ഷേ പുറത്ത് വന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, എല്ലാ സ്ഥലത്തും പ്രചരിപ്പിച്ചിട്ടുള്ളത് മുസ്ലിങ്ങൾ ഭീകരവാദികളെന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായില്ല ഇതെങ്ങനെയാണ് എന്ന്. അപ്പൊ ഇത് പിന്നെ അമേരിക്കയിലെ ട്വിൻ ടവറിന്റെ ആക്രമണത്തിന് ശേഷവും ഈ സംഭവം വരുന്നു. അപ്പൊ എനിക്ക് വളരെ അടുപ്പമുള്ള സുഹൃത്തുക്കൾ, എന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ സ്നേഹത്തിന്റെ നിറകുടങ്ങളായിട്ടുള്ള മുസ്ലിങ്ങളാണ്. അപ്പൊ ഒന്നുമിൽ അവർ കാപട്യം കാണിക്കണം, അതല്ലെങ്കിൽ ഇത് ശരിയാവണം, ഇത് ശരിയല്ലാതായിരിക്കണം. അപ്പൊ ഏതാണ് ശരി എന്നറിയാൻ ഞാൻ നടത്തിയ ഒരു അന്വേഷണമാണ്, ഗവേഷണമാണ് ഈ പുസ്തകത്തിലേക്ക് എന്നെ നയിച്ചത്. എന്താണെന്നറിയാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത്, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഇസ്ലാമിനെതിരെയുള്ള കാര്യങ്ങൾ ആദ്യം പഠിക്കണം. നിങ്ങൾ എത്ര പേര് ഇസ്ലാമിനെതിരെയുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ധാരാളം പുസ്തകങ്ങളുണ്ട്. മുഹമ്മദ് നബിയെ കുറിച്ച് വളരെ മോശമായ രൂപത്തിൽ പറയുന്ന ധാരാളം പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇസ്ലാമിനെ കുറിച്ച് മോശമായി പറയുന്ന പുസ്തകങ്ങളുണ്ട്. ഇതൊക്കെ വായിച്ചു തുടങ്ങി. എന്നിട്ട് ഞാൻ ഖുറാനിലേക്ക് പോയി. ആദ്യം വായിക്കേണ്ടതാണ്. മറ്റുള്ള മുസ്ലിങ്ങൾ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ യഥാർത്ഥത്തിൽ ഖുറാനിൽ എന്താണെന്നുള്ളത്. അപ്പൊ എനിക്ക് അറബി അറിയില്ല.
അറബി ലിപി അറിയാത്ത ഒരാളാണ് ഞാൻ. പിന്നെ ഭാഷ പഠിച്ചിട്ടുണ്ടാക്കണം. അപ്പോൾ നല്ല ഞാൻ ഇങ്ങനെ തേടി പിടിച്ചിട്ടാണ് അറബി ലിപിയിലും അറബിയുടെ തന്നെ മലയാള ലിപിയിലുള്ള കാര്യങ്ങളും അത് കഴിഞ്ഞിട്ട് മലയാളത്തിലുള്ള ഇതുമായിട്ടുള്ള അതിന്റെ വ്യാഖ്യാനം കൂടിയുള്ള ഒരു ഗ്രന്ഥം, വലിയൊരു ഗ്രന്ഥം എനിക്ക് കിട്ടി, ഖുറാന്റെ. അത് വെറുതെ കൗതുകത്തിന് അറിയാൻ വായിച്ചതാണ്. കുറെ വായിക്കുമ്പോൾ എൻ്റെ ഒരു പണ്ടേയുള്ള ശീലം എന്ന് പറയുന്നത് ഇത്തരം എന്ത് വായിക്കുമ്പോഴും ഇപ്പോഴും ഏത് ഘട്ടത്തിലും ചെയ്യാറില്ല, നോട്ട്സ് എടുക്കും. അത്യാവശ്യം വേണ്ട നോട്ട്സ് അങ്ങനെ എടുത്തുകൊണ്ട് പോവുള്ളൂ. അങ്ങനെ എടുത്തപ്പോഴാണ് എനിക്ക് തോന്നി ഇത് ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ലല്ലോ. ഇസ്ലാം എന്ന് പറയുന്നത് ഇതുവരെ ഞാൻ കേട്ട ഇസ്ലാം അല്ല, ഇത് കുറെ കൂടി ഗംഭീരമായ സംഭവമാണല്ലോ. അപ്പൊ ഇതിനെക്കുറിച്ച് എത്ര പേർക്കറിയാം എന്നുള്ളത് അമുസ്ലിങ്ങളിൽ എത്ര പേർക്ക് അറിയാന്നുള്ളത് മാത്രമല്ല കേട്ടോ. ഞാൻ കുറെ ആളുകൾ മുസ്ലിങ്ങളായിട്ടൊക്കെ സംസാരിക്കല്ലോ. ഞാൻ ഇപ്പോഴും പറയുന്നു, മുസ്ലിങ്ങളിൽ തന്നെ നല്ലൊരു ശതമാനം ആളുകൾക്കും എന്താണ് ഇസ്ലാം എന്ന് അറിയില്ല. ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല, സത്യമാണ്. നിങ്ങൾക്കറിയില്ല എന്നുള്ളത് മുസ്ലിം നാമധാരികളിൽ നല്ലൊരു ശതമാനം ആളുകൾ അവരൊക്കെ വാലും അറ്റവും പിടിച്ചൊക്കെ പോകുന്ന ആളുകളാണ്. അപ്പൊ ഞാനിത് മനസ്സിലാക്കിയപ്പോൾ അതിന് കുറെ എന്താണ് ഇസ്ലാം എന്നുള്ളതായിരുന്നു എന്റെ മനസ്സിൽ ആദ്യത്തെ ചോദ്യം. അതിനുള്ള ഉത്തരം എനിക്ക് കിട്ടി. എന്തുകൊണ്ടാണ് ഇസ്ലാം? അത് ഒരിക്കൽ പോലും മതപഠനത്തിൽ അത് കാര്യം വരില്ല. എന്തുകൊണ്ട് ഇസ്ലാം വന്നു എന്നുള്ള കാര്യം മതവുമായി ബന്ധപ്പെട്ട വിശ്വാസികൾക്കിടയിൽ ഒരു പ്രസക്തമായ കാര്യമേ അല്ല, ദൈവദത്തമായിട്ടുള്ള കാര്യം. പക്ഷെ ഒരു പ്രദേശത്ത് ഒരു പ്രവാചകൻ ഉണ്ടാവണമെങ്കിൽ, ഒരു ആത്മീയാചാര്യൻ ഉണ്ടാവണമെങ്കിൽ, ഒരു പ്രഘോഷകൻ ഉണ്ടാകണമെങ്കിൽ, പ്രബോധകൻ ഉണ്ടാകണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവണം. അവിടുത്തെ ഒരു പാരിസ്ഥിതികമായ, അവിടുത്തെ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ആ കാലാവസ്ഥയും ആ നാടിന്റെ ഒരു അവസ്ഥയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടാകണം. അതാണ് എന്റെ രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് ഇസ്ലാം ഉണ്ടായത്? പിന്നീട് ഇതില് കുറെ ആരോപണങ്ങൾ, ഞാൻ വായിച്ച ഇസ്ലാം വിരുദ്ധമായ പുസ്തകങ്ങളിൽ ഉണ്ടായിരുന്ന ആരോപണങ്ങളാണ്. നബി സ്ത്രീ വിരുദ്ധനായിരുന്നു എന്നുള്ളത്. നബി എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ അനുവദനീയമായിട്ടുള്ള, അനുവദനീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും 4 കെട്ടണം എന്നുള്ള ഇത് ഇസ്ലാമിൽ അങ്ങനെയൊക്കെ തെറ്റിദ്ധാരണ പൊതുവെ ആളുകൾക്കുണ്ട്. അതല്ലല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാം, അതല്ല. നബിയാണെങ്കിൽ അതുമല്ല. നബിയുടെ കാര്യത്തിൽ 4, 5, 6, 7 അല്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അതൊരു ചോദ്യമാണ്. വിമർശകരുടെ ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് അതാണ്. എന്തുകൊണ്ടാണ് നബി ആയിഷയെ വിവാഹം ചെയ്തത്? വളരെ കുട്ടിയായിരുന്ന ആയിഷയെ വിവാഹം ചെയ്തത്. നബി എന്തുകൊണ്ടാണ് വാളെടുത്തത്? നബി യുദ്ധം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ മറ്റേ പ്രവാചകൻ വളരെ നിസ്വാർത്ഥനായിരുന്നു. അദ്ദേഹം ഇതുവരെ ആയുധം തൊട്ടില്ല. അദ്ദേഹം ആയുധത്തിന് പകരം തുവൽ മാത്രമാണ് കയ്യിലുണ്ടായിരുന്നത് എന്നൊന്നല്ലല്ലോ പറയേണ്ടത്. നബി ആയുധം എടുത്തിരുന്നു. ആദ്യത്തെ പോരാട്ടം, വിമർശകന്മാരുടെ ഒരു വലിയ, ആരാണ് ആദ്യമായിട്ട് പ്രകോപനം സൃഷ്ടിച്ചത്? അപ്പൊ പലപ്പോഴും മതപണ്ഡിതന്മാർ പറയാറുള്ളത് അത് ഖുറൈശികളാണ് എന്ന്. ഖുറൈശികളൊന്നല്ല. ഈ യുദ്ധങ്ങളുടെയൊക്കെ തുടക്കത്തിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രവാചകന്റെ ഒപ്പമുള്ള ആളുകൾ പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം നടത്തിയിട്ടുള്ള ഒരു ചെറിയൊരു പോരാട്ടമാണ്. അതെന്തുകൊണ്ടാണ് പ്രവാചകൻ എന്തുകൊണ്ടാണ് വാളെടുത്തത്? വാളെടുക്കുക എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ വാളെടുക്കാം. ഒന്ന്, സകലവും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നാശത്തിന്റെ പ്രതീകമായിട്ട് വാളെടുക്കാം. രണ്ടാമത്തേത് പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് വാളെടുക്കും. ഇപ്പൊ യുദ്ധങ്ങളൊക്കെ ഉണ്ടല്ലോ. യുദ്ധത്തിൽ ഇപ്പോ പല രാജ്യങ്ങളും ചെയ്യുന്ന രീതി നമുക്കറിയാം. ഇപ്പൊ റഷ്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവര് പ്രതിരോധത്തിന് വേണ്ടിയിട്ടല്ല വാളെടുത്തുള്ളൂ. അല്ലെങ്കിൽ വാളിന് പകരം ഇപ്പോ തോക്കോ അല്ലെങ്കിൽ ബോംബോ ഒക്കെ എടുക്കുന്നത് പ്രതിരോധത്തിന് വേണ്ടി. റഷ്യയുടെ അതിർത്തികൾ പ്രതിരോധിക്കാൻ, ഉക്രൈൻ വന്നിട്ട് ആകെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലല്ലോ. ഇപ്പൊ ഗാസയിലേക്ക് നടക്കുന്ന ആക്രമണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ നെതന്യാഹു പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വിചാരിക്കുന്ന ആളുകൾ ഉണ്ടായേക്കാം. ഞാനങ്ങ് അത് ശരിക്കും അതാണ് ആക്രമണത്തിന് വേണ്ടിയിട്ട്, സർവനാശത്തിന് വേണ്ടിയിട്ടുള്ള വാളെടുക്കൽ, അല്ലെങ്കിൽ വാള് എന്ന് പറഞ്ഞാൽ ആയുധമെടുക്കൽ. അപ്പൊ അങ്ങനെ എന്തുകൊണ്ടാണ് നബി വാളെടുത്തു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നബി ആയുധം എടുത്തിട്ടുള്ള എന്തിനു വേണ്ടിയായിരുന്നു? ഇങ്ങനെയുള്ള ഓരോ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ 11 ചോദ്യങ്ങൾ എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. 11 ചോദ്യങ്ങൾക്കുള്ള മറുപടി, നിങ്ങൾ ആരെങ്കിലും പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയാം, അതിനുള്ള മറുപടിയാണ് ഇത് കൊടുത്തുള്ളത്.
സത്യത്തിൽ അതുകൊണ്ടാണ് ശരിക്കും നമ്മൾ മറ്റുള്ള ആളുകൾ ഇവിടെ ഇക്കാലം അത്രയും ഉണ്ടായിട്ടുള്ള പ്രവാചകന്മാരിൽ അല്ലെങ്കിൽ പ്രബോധകരിൽ അല്ലെങ്കിൽ ഈ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഏത് പേര് വിളിച്ചാലും ഏറ്റവും മഹാനാണ് പ്രവാചകൻ. ഇപ്പൊ 100 മഹത്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട് പ്രവാചകന് ചിത്രീകരിക്കുന്ന പുസ്തകം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു പുസ്തകം വായിച്ചിട്ടാണ് നിങ്ങൾ ഇത് പ്രവാചകൻ ഇഷ്ടപ്പെടുന്ന ഹൃദയം മുഹമ്മദ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ അല്ല. ഞാൻ എന്റെ ബോധ്യം മാത്രമേ പറയാറുള്ളൂ. ആ ബോധ്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും എന്തുകൊണ്ട് പറയുന്നു ഇപ്പൊ പറയും, ഞാൻ ഈ എഴുതിയിട്ട് കുറെ കാലമായി. ഞാൻ ഏതെങ്കിലും പല ആളുകളുടെയും ചോദ്യമുണ്ട്, നിങ്ങൾ മുസ്ലിങ്ങളെ കൂടെ കൂടിയിട്ടാണ് പുസ്തകം എഴുതിയിട്ടുള്ളതെന്ന് പറയുന്ന ആളുകൾ. അതായത് ഞാൻ കുറെ കാലമായിട്ട് 2014 മുതൽ സുപ്രഭാതത്തിന് എഡിറ്ററായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് മുസ്ലിങ്ങളെ കൂടെ കൂടിയിട്ട് ആണ് ഇത് എഴുതി അവരെ സോപ്പിടാൻ വേണ്ടി ചെയ്തതാണ്. ഞാൻ ഈ പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് എനിക്ക് അത് കണ്ടിട്ടൊന്നുമില്ല, എനിക്ക് സുപ്രഭാതം എന്നുള്ളൊരു വിളി വരുന്നത്. സുപ്രഭാതം തുടങ്ങാൻ സത്യത്തില്ല, എന്റെ ശരി നേരത്തെ ആലോചനകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ തുടങ്ങാനുള്ള ഒരു പെട്ടെന്നുള്ള തീരുമാനം ചെറുശ്ശേരി ഉസ്താദ് കൂടി ചേർന്ന് മുഷാവറിൽ എടുക്കുന്നത് പോലും ഞാൻ അപ്പോഴൊക്കെ എന്റെ പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് എഡിഷൻ ഏതാണ്ട് തീരാനായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടല്ല, ഇത് ചില കാര്യങ്ങൾ ഇപ്പം ഹൃദയം യേശു എന്ന് പറയണമെന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ എഴുതില്ല. ഞാനിങ്ങനെ മതങ്ങളെ കുറിച്ച്, ഞാൻ യേശുവിനെ കുറിച്ച് നന്നായി പഠിച്ചതാണ്, ബുദ്ധനെ കുറിച്ച് പഠിച്ചതാണ്. ഞാൻ ഇപ്പോൾ പറയുന്ന ഹിന്ദു മതം എന്ന് പറയുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഞാൻ പക്ഷെ എനിക്കിതിപ്പോഴും ഇത് എവിടുന്ന് തുടങ്ങണമെന്ന് മനസ്സിലായില്ല. ഹിന്ദു മതം എന്നൊരു മതം എന്റെ പഠനത്തിനിടയിൽ ഉണ്ടായിട്ടില്ല. അന്നുണ്ടായിരുന്ന സംഭവങ്ങൾ, ഹിന്ദുമതത്തിന് വേറെ ആ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ എല്ലാ മതങ്ങളും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിൽ ആദ്യമായിട്ട് എഴുതിയ പുസ്തകം ഇതാണ്. മറ്റു പുസ്തകങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഹൃദ്യമാവുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പ്രവാചകന്റെ ജീവിതം മാതൃകയാണ്. എങ്ങനെ? പ്രവാചകൻ എന്ന നിലയിൽ മാത്രമല്ല, പ്രവാചകൻ എന്റെ ഒരു അധ്യായം തന്നെ പ്രവാചകൻ എന്ന മാതൃകാ പുരുഷൻ എന്നുള്ളതാണ്. പ്രവാചകൻ മാതൃകാ പുരുഷനാവുന്നത് ഒറ്റ കാരണം കൊണ്ട് മാത്രം. നിങ്ങൾ വെറും ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന രീതിയിൽ മാത്രം വിചാരിച്ചു നോക്കൂ. ഒരു ഭരണാധികാരി, പ്രവാചകനിലെ ഭരണാധികാരിയെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ആദ്യം എനിക്ക് ഏറ്റവും കൗതുകത്തോടു കൂടി തോന്നിയുള്ള കാര്യം, മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനം കഴിഞ്ഞു. അവിടെയുള്ള ആളുകൾ പ്രവാചകനെ വളരെ ഊഷ്മളതയോട് സ്വീകരിക്കുന്നു. അവിടെ അപ്പോഴും രണ്ട് ഉള്ള ആളുകളുണ്ട്. മക്കയിൽ നിന്ന് വന്നിട്ടുള്ള മുസ്ലിങ്ങളുണ്ട്, അവിടെയുള്ള യസ്രിബുകാർ ഉണ്ടല്ലോ. മദീന എന്ന് പറയുന്ന അക്കാലത്ത് യസ്രിബ്. ആ യസ്രിബിലുള്ള ആളുകളും ഇവിടെ ചെന്നിട്ടുള്ള ആളുകളുണ്ട്. ഇവര് തമ്മിലുള്ള ഒരു ഐക്യം ഉണ്ടാക്കിയെടുക്കുക, അതാണ് സത്യത്തിൽ സാഹോദര്യത്തിന്റെ മതം എന്നൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പറയണമെങ്കിൽ പറയുന്നത് കൊണ്ടാണ്. പ്രവാചകൻ ആദ്യം ചെയ്തത് ഐക്യമുണ്ടാവാത്തടത്ത് ഒരിക്കൽ പോലും പിന്നെ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ നാടൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഐക്യമില്ലാതാക്കിക്കൊണ്ട്, ഐക്യമുണ്ടായിരുന്ന ഒരു നാടിനെ ഐക്യമില്ലാതാക്കി മാറ്റുകയാണ്. അപ്പോഴാണ് തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി വരിക. ഇവിടെ പ്രവാചകൻ ആദ്യം ചെയ്തത് യസ്രിബിൽ ഇവരെ തമ്മിൽ സാഹോദര്യത്തിലേക്ക് കൊണ്ടുവരുന്നു. അതാണ് ഏറ്റവും വലിയ രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ സാഹോദര്യത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഐക്യപ്പെടുത്തുന്നു. അവിടെ ഒരു ഭരണഘടന, ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെയൊക്കെ ഇന്ത്യയൊക്കെ ഉണ്ടാവുന്നതിന്, ഇന്ത്യയുടെ ഭരണഘടനയൊക്കെ ഉണ്ടാക്കാൻ എത്ര കാലത്തെ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അറിയാം. ക്യാബിനറ്റ് മിഷൻ വന്ന കാലത്ത് ബ്രിട്ടീഷുകാരാണ് അതിന് തുടക്കം കുറിച്ചത്. ക്യാബിനറ്റ് മിഷൻ വന്ന കാലത്ത് ഉണ്ടാക്കാൻ തീരുമാനിച്ചൊരു ഭരണഘടന അവസാനം അതെല്ലാം കൂടി ഫൈനലൈസ് ചെയ്യപ്പെടുന്ന 1950-ലാണ്. സ്വാതന്ത്ര്യം കിട്ടി 3 വർഷം കഴിഞ്ഞിട്ടാണല്ലോ. അപ്പൊ ഈ പ്രവാചകൻ അവിടെ അങ്ങനെയൊന്നും കാലങ്ങളായിട്ടില്ല. പ്രവാചകൻ കൃത്യമായൊരു ഭരണഘടന ഉണ്ടാക്കുക, അവിടുത്തെ സിസ്റ്റം, ഭരണ സംവിധാനം ഉണ്ടാക്കിയെടുക്കുക. അതാണ് പ്രവാചകന്റെ ഒരു മാതൃകാ പുരുഷത. ഒരു ഭരണാധികാരി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുക. നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ടത് പരസ്പരം കലഹിപ്പിക്കുന്ന രൂപത്തിൽ കൊണ്ടുപോകാനല്ല, പരസ്പരം യോജിക്കുന്ന രൂപത്തിൽ രഞ്ജിപ്പോടുകൂടി കൊണ്ടുപോകാൻ ശ്രമിച്ചുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. ഞാൻ പ്രവാചകത്വം വിട്ടുകൊണ്ട്, പ്രവാചകത്വത്തെ കുറിച്ച് ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾക്കറിയാം, അതൊരു വിശ്വാസത്തിന്റെ പ്രശ്നവും മറ്റുമായിട്ട് അതുണ്ട്. ഇത്രയും കാലത്ത് മുസ്ലിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും, അതുവരെ ഉണ്ടായിരുന്ന രീതി എന്ന് മാറുകയാണ്.
എപ്പോഴും അത് എല്ലാ മതങ്ങളും ഇപ്പം പ്രതിമ സ്വൽപ്പ ബുദ്ധീനാം എന്ന് ആണ് പണ്ട് കാലത്ത് ഉള്ള ചാണക്യസൂത്രത്തിലുള്ള ഇതാണ്. ഈ പ്രതിമ, ഈ വിഗ്രഹ പൂജ ഇല്ലേ, അത് സ്വൽപ്പ ബുദ്ധികളാണ്. ശരിക്കും ദൈവം എവിടെയാണെന്ന് ചോദിച്ചാൽ ദൈവം ഈ ബ്രാഹ്മണരുടെ അഗ്നിർ ദേവോ വിപ്രാനാം എന്നാണ്. ഈ ബ്രാഹ്മണന്മാർക്ക് അഗ്നിയാണ് ദേവൻ. അതേ സമയത്ത് മഹർഷിമാർക്ക്, സന്യാസിമാർക്ക് ഹൃദയത്തിലാണ് ദൈവം. ഈ സ്വൽപ്പ ബുദ്ധികൾക്കാണ് പ്രതിമ, വിഗ്രഹം എന്ന് പറയുന്നത് വിവരമില്ലാത്ത ആളുകളുടെ ഇതാണ്. അവർക്ക് സത്യം പറഞ്ഞാൽ അവർക്ക് അറിയാത്തത് കൊണ്ട് ആണ് വിഗ്രഹം പൂജ നടത്തുന്നത്. ശരിക്കും സർവത്ര സമദർശിന, ദൈവം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് സമദർശികളുടെ രീതി. ഇവിടെ നമുക്ക് വിഗ്രഹം സ്വൽപ്പ ബുദ്ധികളുടേതാണ് എന്ന് പറയപ്പെട്ടിട്ട് ഇവിടെ ഭാരതത്തിൽ ഉണ്ടായിരുന്നു ഒരു സങ്കല്പമാണ്. ഈ സർവത്ര ആണ്, സമദർശികൾക്ക് ദൈവം സർവത്രയാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോഴുണ്ടാവുന്ന എന്താണ്? പണ്ട് പൂജിച്ചിരുന്ന, അഗ്നിപൂജ നടത്തിയിരുന്ന ബ്രാഹ്മണർ പോലും ഇപ്പൊ വിഗ്രഹ പൂജയിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ പിന്തിരിഞ്ഞു വരുമ്പോ വിഗ്രഹം അക്കാലത്ത് കഅബയിലും മറ്റുണ്ടായിരുന്ന വിഗ്രഹങ്ങൾ ഉൾപ്പെടെ ലാത്ത, ഉസ്സ, മനാത്ത് തുടങ്ങിയിട്ടുള്ള ഈ ദൈവങ്ങളെ മുഴുവൻ തള്ളി പറഞ്ഞുകൊണ്ട് അതൊക്കെ എടുത്തു കളയണം എന്ന് പറഞ്ഞ, നിങ്ങൾക്കറിയാമല്ലോ കഅബയ്ക്കകത്ത് നിറയെ വിഗ്രഹങ്ങളായിട്ട് അത് മുഴുവൻ ഇല്ലാതാക്കിയിട്ട് വിഗ്രഹ പൂജ ഇല്ലാതാക്കുന്നു. അതേപോലെ പിന്നീട് ചെയ്ത ഏക ആത്മീയാചാര്യൻ നമ്മുടെ കേരളത്തിൽ ജനിച്ച ശ്രീനാരായണ ഗുരു. പക്ഷെ അദ്ദേഹത്തിന് ശിഷ്യന്മാര് വിഗ്രഹമാക്കി മാറ്റി പൂജിക്കാൻ തുടങ്ങി. ഇസ്ലാമിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് വിഗ്രഹ പൂജ എടുത്ത് ഒഴിവാക്കിയ പ്രവാചകനെയോ പ്രവാചകന്റെ ആ രീതിയെയോ വിഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് പൂജിക്കുന്ന രീതിയിലേക്ക് ആരും പോയില്ല. അതാണ് അത് ആ സിസ്റ്റം കറക്റ്റ് ആക്കി കൊണ്ടുവന്നു പ്രവാചകൻ. ഇതേ സമ്പ്രദായമാണ് പിൽക്കാലത്ത് ശ്രീനാരായണ ഗുരു പറഞ്ഞുള്ളത്. ഈ ക്ഷേത്രങ്ങൾ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താണ്, ക്ഷേത്രങ്ങളെ കൊണ്ടൊരു കളിയാണ്. ഞാനിപ്പോ അടുത്തൊരു സ്ഥലത്ത് പോയിട്ട് ഈ ശ്രീനാരായണ ഗുരു വിഭാഗക്കാരെ അടുത്ത് സംസാരിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറയാം, നിങ്ങൾ ഇപ്പോഴും ഗുരുവിനെ ഈ ദൈവമാക്കി മാറ്റി. അപ്പൊ തിരിഞ്ഞു പോവുകയാണ്. ഇസ്ലാമിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നബി ഏത് ചര്യയാണോ പഠിപ്പിച്ച ആ ചര്യയിലേക്ക് നിൽക്കുന്നു. വിഗ്രഹാരാധനയില്ല, നല്ല ഭരണാധികാരിയായിരുന്നു. പിന്നെ വേണ്ട നായകത്വം എന്ന് പറയുന്ന ഗുണമാണ്. പ്രവാചകൻ എല്ലാ യുദ്ധങ്ങളിലും, പണ്ട് ഒരു ചൊല്ലുണ്ട്, ഊണിന് മുൻപും പടക്കി പിൻപും എന്നാണ് ഒരു ചൊല്ല്, സമർത്ഥന്മാരുടെ രീതി. എന്നാല് ഊണ് കഴിക്കാനാണെങ്കിലും ഈ സദ്യക്കൊക്കെ ആണെങ്കിൽ ആദ്യത്തെ പന്തിക്ക് ഇരുന്നാല് എല്ലാ വിഭവവും കൃത്യമായിട്ട് കിട്ടും. പടക്കുകയാണെങ്കിൽ, പടം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ പിറകിൽ നിന്ന്, കാരണം മറ്റേ അമ്പോ വില്ലോ തോക്കോ വാളോ എന്താണെങ്കിൽ നമ്മുടെ തല പോകും. അതിന് നിൽക്കണ്ട, പിന്നിൽ നിന്നാ മതി എന്ന് പറയുന്നത് നമ്മുടെ രാജാക്കന്മാരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പടക്കി പിന്നിലാണ്. പ്രവാചകൻ ഒരു യുദ്ധത്തിലും പടക്കി പിന്നിലായിരുന്നില്ല, പടക്കി മുന്നിലായിരുന്നു. യുദ്ധതന്ത്രജ്ഞനായിരുന്നു പ്രവാചകൻ. ഇതാണ് ഗുണങ്ങളിൽ ഒരു മറ്റൊന്ന്. വെറുതെ യുദ്ധം ചെയ്യല്ല, കണ്ണും മൂട്ടിയിട്ട് യുദ്ധം ചെയ്യുന്ന രീതിയല്ല, യുദ്ധതന്ത്രങ്ങൾ കൃത്യമായിട്ട് അറിയുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ് ആദ്യത്തെ പോരാട്ടം, കാരണം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയിട്ടും ശത്രുക്കളുടെ ഒരു വലിയ പടയുണ്ട്. യഹൂദന്മാരും ഈ ഖുറൈശികളും സകല ഗോത്രങ്ങളും മുസ്ലിങ്ങളാണെങ്കിൽ നാമമാത്രമാണ്, എണ്ണത്തിൽ വളരെ കുറവാണ്. ഖുറൈശികൾ മാറിയിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, മക്കക്കാര് കുറച്ചു പേര്, അവര് യസ്രിബിലാണുള്ളത്. പിന്നെ യസ്രിബിലുള്ള കുറെ ആളുകൾ, ഈ ആളുകൾ മാത്രമാണ്. പക്ഷെ മറ്റവരെല്ലാവരും കൂടി ചേർന്നാൽ തീർച്ചയായും യുദ്ധത്തിൽ പരാജയപ്പെടും. എല്ലാവരും കൂടി, ശത്രുക്കൾ എല്ലാവരും കൂടി സംഘടിച്ച് പോരാടാൻ നിൽക്കുന്നതിനിടയിലാണ്, അവിടെയാണ് യുദ്ധതന്ത്രം. എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയ കാര്യം, അവർക്ക് സംഘടിക്കാൻ അവസരം കൊടുക്കാതെ ആക്രമിക്കുക എന്ന് പറയുന്ന രീതി. അതാണ് ഈ അബൂ സുഫിയാന്റെ സാർത്തവാഹ സംഘത്തെ ആക്രമിച്ചത്. അവരെ പെട്ടെന്ന് ആക്രമിക്കുമ്പോൾ പിന്നെ വടക്കോപ്പം നിൽക്കാൻ സമയം ഉണ്ടാവുമല്ലോ. ശത്രുവിനെ എല്ലാ ആളുകളെയും കൂട്ടിയോജിപ്പിക്കാൻ അവർ നേരെ പെട്ടെന്ന് വരുമ്പോൾ അവർ തന്ത്രപരമായിട്ട് നേരിടുക. എല്ലാ യുദ്ധങ്ങളിലും, ബദർ ഉൾപ്പെടെയുള്ള യുദ്ധങ്ങളിലൊക്കെ പ്രവാചകൻ ചെയ്തിരുന്ന പാറക്കെട്ടുകൾ ഒരു തെരഞ്ഞെടുത്ത പ്രദേശം പോലും വളരെ കൃത്യമായിരുന്നു. അതാണ് ഒരു സേനാധിപതിയുടെ,
ഭരണകർത്താവിനെ ഞാൻ നേരത്തെ പറഞ്ഞു. സേനാധിപതി എപ്പോഴും യുദ്ധത്തിലാണെങ്കിൽ തെരഞ്ഞെടുക്കുന്ന സ്ഥലം പ്രധാനപ്പെട്ടതാണ്. നമ്മൾ എവിടെ നിന്ന് പോരാടണം? പാറക്കെട്ടുകൾ ഉള്ള സ്ഥലത്ത് ഒളിച്ചു നിന്നിട്ട് ശത്രുവിനെ മുന്നോട്ടേക്ക് വരുമ്പം വളഞ്ഞ് അവരെ തോൽപ്പിക്കാൻ പറ്റുന്ന സംവിധാനം ഏർപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം യുദ്ധം പോരാ. അതുകൊണ്ടാണ് ലോകത്തിൽ ആദ്യമായിട്ട് വലിയ പടയെ ചെറിയ പട തോൽപ്പിച്ചത്. അതാണ് ഉഹുദ് യുദ്ധത്തിലുണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാല് പ്രവാചകൻ സന്നദ്ധനായിരുന്നില്ല, പക്ഷെ അദ്ദേഹത്തോട് അനുയായികളുടെ സമ്മർദ്ദം മൂലമാണ് അന്ന് യുദ്ധം ചെയ്തത്. അതുകൊണ്ടാണ് പ്രവാചകൻ അന്ന് പരിക്കേൽക്കുന്ന ഒരു അവസ്ഥ വന്നത്. അപ്പോഴും നോക്കൂ, ആലോചിച്ച് നോക്കൂ, ഇത് പരാജയപ്പെടാൻ സാധ്യതയുള്ളതെന്ന് അറിഞ്ഞ് പിറകോട്ട് മാറില്ലേ എന്നുള്ളത്. അപ്പോഴും നേതൃത്വത്തിൽ ഉണ്ടാവുന്നു. ആ യുദ്ധത്തിലും ജയിച്ചവർ തോറ്റോടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇനി ഖന്തക്ക് യുദ്ധത്തിലേക്ക് പോകും, കിടങ്ങ് യുദ്ധം എന്ന് പറയുന്നത്. അവിടെ ആലോചിച്ച് നോക്കൂ, വലിയൊരു കൂട്ടം വരുന്നു. അവർ യുദ്ധസന്നദ്ധരായിട്ട് വരുമ്പോ എങ്ങനെയാണ് അവരിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് അവരെ തോൽപ്പിക്കുന്നത്? അതിനാണ് കിടങ്ങ് എന്ന് പറയുന്ന വലിയൊരു തന്ത്രം ഉണ്ടാക്കി തീർക്കുന്നത്. കിടങ്ങ് കുഴിച്ചുകൊണ്ട് അവർക്ക് ഇങ്ങോട്ട് കടക്കാൻ പറ്റാതെ. അപ്പൊ യുദ്ധതന്ത്രങ്ങളിൽ അങ്ങനെ ഉണ്ടാവും. പ്രവാചകൻ വിവാഹം കഴിച്ചത് അതാണല്ലോ അന്നും ഇന്നുമുള്ള വിമർശനങ്ങളിൽ പെട്ടത്. ഇന്ന് നിങ്ങൾക്കറിയാം, സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിനെ എതിർക്കുന്ന ഇസ്ലാം വിട്ട ആളുകളുണ്ടല്ലോ, നിങ്ങൾ മുർത്തദുകൾ എന്ന് പറയുന്ന ആളുകൾ, അവരുടെയൊക്കെ ഇപ്പൊ നിരന്തരമായുള്ള വിമർശനങ്ങളിലൊന്ന് ഇതാണ്. ആയിഷയുടെ വിവാഹം ഉൾപ്പെടെയുള്ള ഇത്രയും എന്തിനാ 4 പറഞ്ഞിട്ട് ഇത്ര ആളുകളെ കെട്ടിയുന്നുണ്ട്. അത് പക്ഷെ ഓരോന്നിനും ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചു. പ്രവാചകന്റെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം മുൻകൈ എടുത്തിട്ടല്ല ഖദീജ ബീബിയെ കല്യാണം കഴിച്ചിട്ടുള്ളത്, അല്ലല്ലോ. അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ മരണഘട്ടം വരെയും അദ്ദേഹം വേറൊരു വിവാഹത്തിന് താല്പര്യപ്പെട്ടില്ല. പ്രവാചകൻ ഇസ്ലാം പ്രബോധനവുമായിട്ട് വന്നപ്പോ അക്കാലത്തെ ഖുറൈശികൾ ആവശ്യപ്പെട്ടിരുന്ന കാര്യം ആവശ്യപ്പെടുകയല്ല, അവര് മുന്നോട്ട് വെച്ചിരുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്, ഈ പരിപാടിയിൽ നിന്ന് പിന്മാറും മുഹമ്മദേ, ഒരു കാര്യം നിങ്ങൾ പിന്മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് രാജ്യം വേണോ രാജ്യം തരാം, മക്ക നിങ്ങളുടെ കീഴിലായിരിക്കും, നിങ്ങൾക്ക് എത്ര പണം വേണോ പണം തരാം, ഹൂറികളെ പോലെയുള്ള യുവതികൾ എത്ര എണ്ണം വേണോ അതൊക്കെ ഞങ്ങൾ തരാം. വിഷയ താല്പര്യമുള്ള ആളായിരുന്നു പ്രവാചകനെങ്കിൽ ഈ 3 കാര്യങ്ങളിലെ ആളുകൾ എന്തായാലും വീഴല്ലോ. അധികാരം കയ്യിൽ കിട്ടുന്നു, അത് ചുരുങ്ങിയ കാര്യമൊന്നുമില്ല. അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇപ്പൊ നടക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സമ്പത്ത്, അല്ലേ? സമ്പത്ത് നമ്മളാരും വേണ്ട അറിയില്ലോ, പുളിക്കില്ലല്ലോ. കുറെ സ്വർണ്ണ നാണയങ്ങളോ അല്ലെങ്കിൽ കുറെ കറൻസിയോ കിട്ടിയാൽ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് പോകുന്ന എത്ര ആൾക്കാരുണ്ടാവും? ഞാനൊന്നും പോവില്ല, നിങ്ങൾ പോകുന്ന എനിക്കറിയില്ല. അപ്പോ നമ്മളാരും അങ്ങനെ ചെയ്യില്ല. പ്രവാചകൻ അതും വേണ്ട പറയും. പിന്നെ പറയുന്നതാണ് വിഷയ താല്പര്യം. സ്ത്രീകളോടുള്ള താല്പര്യമാണെങ്കിൽ ഹൂറികളെ പോലെ സ്വർലോക കന്യകളെ പോലെയുള്ള എത്ര സുന്ദരികളെ വേണമെങ്കിലും നിങ്ങൾക്ക് തരാം, അതും പറയുന്നില്ല. അദ്ദേഹത്തെക്കാൾ കൂടി എത്രയോ വയസ്സ് കൂടിയ ഖദീജ ബീവിയെ കല്യാണം കഴിച്ചിട്ടുള്ള ഒരാള് അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാമല്ലോ, എന്നാ പിന്നെ അത് പോരട്ടെ, സ്വർണം അധികാരം ഇത് പോരട്ടെ അറിയാം. ഇതൊന്നും ഉണ്ടായില്ലല്ലോ. പിന്നീട് എന്താണ്, അദ്ദേഹത്തിന്റെ അനുയായികൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആളുകളുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമുക്കറിയാം, ആ ജാഹിലിയ കാലത്തെ അവിടുത്തെ സംഭവം എന്ന് പറഞ്ഞാൽ അന്ന് സ്ത്രീകളോട് എത്രമാത്രം അമാന്യമായിട്ടാണ് പെരുമാറിയിരുന്നത് അറിയാം. ഒറ്റപ്പെട്ടു പോയ സ്ത്രീയെ എങ്ങനെയും മാനഭംഗം കെടുത്താം. ഇപ്പോഴത്തെ പോലത്തെ ഈ നിയമങ്ങളൊന്നുമില്ല, ആരും കേസ് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. ആ കാലത്താണ് അവരെ അനാഥരാക്കരുത് എന്ന് പറഞ്ഞ് മറ്റാളോട് കല്യാണം കഴിക്കാൻ പറയുന്നതിനേക്കാൾ അദ്ദേഹം പല ആളുകളും നല്ലൊരു ശതമാനം വിധവകള്, പല ആളുകളും രോഗികളുമായിരുന്നു. അങ്ങനെ രോഗിയും വിധവയുമായിട്ടുള്ള ആളുകൾ വിവാഹം കഴിച്ചുകൊണ്ട് പ്രവാചകൻ എന്ത് ഐഹിക സുഖം കിട്ടാനാണ്? പിന്നെ ഉള്ള ആരോപണം വളരെ കുറഞ്ഞ പ്രായമുള്ള ആയിഷ ബീവിയെ കല്യാണം കഴിച്ചു എന്നുള്ളതാണ്. അവിടെയുണ്ട്. അവിടെ അവരുടെ ബുദ്ധിപരമായ കഴിവ്, ഈ ഇസ്ലാം പ്രബോധനം സ്ത്രീകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന വിഷയലമ്പടത്തുമല്ല. അതാണ് ചെറിയ കുട്ടിയെ കല്യാണം കഴിക്കേണ്ടത്, അതാണ് ഉണ്ടായിരുന്നത്. പിന്നെ അക്കാലത്ത് ശൈശവ വിവാഹം എന്ന് പറയുന്നത് ഇപ്പോഴും പറയാ ഒരു കാര്യം മാത്രമാണ് എതിരാളികൾ പറയുന്നത്. ശൈശവ വിവാഹം, ഗാന്ധി ശൈശവ വിവാഹം നടത്തിയിട്ടുള്ള ആളാണല്ലോ. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ പിതാവ് മരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന്റെ വിഷയ താല്പര്യം മൂലം ഉണ്ടായത് അദ്ദേഹം പിന്നീട് തുറന്നു പറഞ്ഞ കാര്യമാണ്. അദ്ദേഹത്തിന് പ്രായം കുറവായിരുന്നു, അദ്ദേഹത്തെക്കാൾ 1 വയസ്സ് കൂടുതലായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക്.
രണ്ടുപേരും ശിശുക്കളായിരുന്നു, 13 12 വയസ്സുള്ളതായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അക്കാലത്ത് അതൊരു തെറ്റായിരുന്നില്ല. നമ്മൾ ഓരോ കാലത്ത് ഓരോരോ പ്രായം കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ പ്രായം കൂടിയ ഒരാൾ കുറഞ്ഞ ആളൊക്കെ പ്രായം കുറഞ്ഞ ഒരാൾ പ്രായം കൂടിയ സ്ത്രീയെ കല്യാണം കഴിച്ചതും അക്കാലത്ത് തന്നെയാണ്. അപ്പൊ അതൊരു ആ കാലഘട്ടത്തിന്റെ ഒരു പശ്ചാത്തലം വെച്ചുകൊണ്ടല്ല അത് വിമർശിക്കുന്നതിൽ കാര്യമില്ല. പക്ഷേ എന്ന് വെച്ച് നിങ്ങൾക്ക് തോന്നിയ ആളുകൾ മുഴുവൻ വിവാഹം കഴിക്കുക, തോന്നിയ ആളുകൾ മുഴുവൻ ബലാത്സംഗം ചെയ്യാന്നുള്ള രീതിയിലല്ലോ ഏറ്റവും കൂടുതൽ നിഷിദ്ധമാക്കിയിട്ടുള്ളത് ഈ സ്ത്രീ പീഡനമാണ്. സ്ത്രീകളോട് അമാന്യമായിട്ട് പെരുമാറുന്നത്, പെൺകുട്ടികളെ ജീവനോടുകൂടി കുഴിച്ചു മൂടുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ ജാഹിലിയ കാലത്ത്. അതില്ലാതായത് ഇസ്ലാമിന്റെ വരവോട് കൂടിയിട്ടാണ് നമുക്കറിയാം. ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായ രൂപത്തിൽ, പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോഴ് നിലവിലുള്ള ഇസ്ലാമിക പണ്ഡിതന്മാരുണ്ട്, നിങ്ങളൊക്കെ ആ രംഗത്തേക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്, പോലും പറയാനുള്ളത് നമ്മൾ പ്രവാചകൻ മാതൃകാ പുരുഷനാണ് എങ്കിൽ പ്രവാചകന്റെ ചര്യ നമ്മൾ പിന്തുടരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചര്യ എന്ന് പറയുന്നത് ലാളിത്യമാണ്. പ്രവാചകന്റെ ജീവിതത്തിൽ ലാളിത്യം അല്ലാത്തൊരു ഇതെപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്? പ്രവാചകൻ ഒരിക്കലും കൊട്ടാരത്തിൽ ജീവിച്ചില്ല. പ്രവാചകൻ AC റൂമിലായിരുന്നില്ല. അന്ന് AC ഇല്ലെങ്കിൽ പോലെ ഏറ്റവും സൗകര്യമുള്ള സ്ഥലത്തല്ലല്ലോ ജീവിച്ചില്ല. മഴ പെയ്താൽ ചോരുന്ന വീട് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയുള്ള വീടുകളായിരുന്നു പ്രവാചകൻ്റേത്. അത്തരത്തിലുള്ള ഒരു പള്ളിയിലാണ് അദ്ദേഹം ജീവിതാന്ത്യം വരെയും പ്രാർത്ഥന നടത്തിയിരുന്നത്. ഒരു കുറേ പ്രദേശങ്ങളുടെ അധിപനായിട്ടും അദ്ദേഹം സമ്പത്തൊന്നും നേടിയിരുന്നില്ല. അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് പരിചയ പോലും പണയത്തിലായിരുന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നില്ല. അത് സത്യത്തിൽ നമ്മൾ ഗാന്ധിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഗുണം അതായിരുന്നു. ഗാന്ധിയെ മറ്റുള്ള ആളുകൾ, കോൺഗ്രസ്സുകാരുൾപ്പെടെ ഗാന്ധി ഇങ്ങനെ കൊണ്ടത് കുറെ കബളിപ്പിക്കൽ രീതിയിലേക്ക് പോയി എന്ന് വെച്ചാൽ ഗാന്ധിയുടെ ജീവിതം അതേ ലാളിത്യം തന്നെയായിരുന്നു. അത് നാട്യമായിരുന്നില്ല. പ്രവാചകന്റെ ജീവിതം അതേപോലെ നാട്യമായിരുന്നില്ല, ലാളിത്യമായിരുന്നു. അങ്ങനെയുള്ള ഒരു സത്യത്തിൽ എൻ്റെ മനസ്സിൽ പ്രവാചകൻ ഹൃദ്യമുള്ളതാകുന്നത്, ഹൃദ്യം മുഹമ്മദ് എന്ന് ഞാൻ പറയുന്നത് ഇങ്ങനെ കുറേ ഗുണങ്ങൾ കൊണ്ടാണ്. നല്ല നായകൻ, നല്ല ഭരണാധികാരി, നല്ല സ്നേഹിതൻ. ഇപ്പോൾ കുറേ ആളുകളുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്നോട് ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞു. ഞാനിവിടെ വരികയാണ്, ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് കുറേ പേര് ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ വന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ, ഞങ്ങൾ അവിടെ ഇരിക്കട്ടെ എന്നല്ല പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ഇതുണ്ട്. പ്രവാചകൻ ചെയ്തിരുന്ന പലതും ആലോചിച്ച് നോക്കൂ. യസ്രീബിൽ ആദ്യത്തെ പള്ളി നിർമ്മാണത്തിന്റെ ഘട്ടത്തിലുള്ള കഥകൾ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ പണിയെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പണിയെടുത്തിരുന്ന പ്രവാചകനാണ്. അവർക്കിടയിൽ ഒരാൾ, കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച ഉണ്ടായിരുന്നു, TV ചർച്ചയിൽ ഒരു സംഭവം. ഭരണപരിഷ്കാര കമ്മിറ്റി, ഞാൻ കൂടുതൽ അപ്പം പറയണേ, സമയം കഴിഞ്ഞു. അപ്പോൾ ഭരണപരിഷ്കാര കമ്മിറ്റി ഒരു തീരുമാനം എടുത്തു. നമ്മളെ മന്ത്രിമാരെയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ മുഴുവൻ ബഹു ചേർത്ത് വിളിക്കണം എന്നുള്ളത്. അപ്പം എന്നോട് ചാനലിൽ വിളിച്ചു ചോദിച്ചു എന്താണ് സംഭവം. ഞാൻ പറഞ്ഞു ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. കാരണം നമ്മൾ തിരഞ്ഞെടുത്ത ആളുകൾ നമ്മുടെ പ്രതിനിധികളാണ്, അവരെ നമ്മൾ ബഹു ചേർത്ത് വിളിക്കേണ്ട കാര്യമില്ല. ബഹുമാനം സ്വയം ആർജിക്കേണ്ടതാണ്. പ്രവാചകൻ ബഹുമാനം സ്വയം ആർജിച്ചു. അദ്ദേഹം എന്നെ അങ്ങനെ വിളിക്കണം ഇങ്ങനെ വിളിക്കണം എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ പണിയെടുത്തു. ആ രീതിയിൽ മാത്രമല്ല, തനിക്ക് പള്ളിയുടെ നിർമ്മാണത്തിന്റെ ഇടയിൽ പ്രവാചകൻ വിശന്നിട്ട് വലയുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് ഒരു ആട്ടിൻകുട്ടിയെ അറുത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തപ്പോൾ പ്രവാചകൻ എന്നാ നിങ്ങളൊക്കെ പോയിക്കോ, ഞാൻ കഴിക്കട്ടെ എന്നല്ല പറഞ്ഞത്. പ്രവാചകൻ അതെല്ലാവർക്കും വീതിച്ചു കൊടുത്തു. അതാണ് അങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ. അപ്പോൾ ഈ 11 ഗുണങ്ങളും അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് സത്യത്തിൽ പ്രവാചകൻ ശരിക്കും പറഞ്ഞാൽ ലോകാനുഗ്രഹിയാവുന്നത്. പ്രവാചകൻ ഏറ്റവും നല്ല മാതൃകയായി മാറുന്നത് അങ്ങനെയാണ്. മുസ്ലിം അല്ലാത്ത ആളുകൾക്ക് പോലും പ്രവാചകൻ മാതൃകയായിട്ട് മാറുന്ന ഈ രീതിയിലാണ്. കുറ്റം പറയാൻ ആൾക്ക് പലതും പറഞ്ഞു. നിങ്ങൾക്ക് ഏതിനെയും കുറ്റം കാണാൻ എളുപ്പമാണ്. പക്ഷെ കുറ്റം കാണുന്നതിനപ്പുറത്ത് ഈ രീതിയിൽ നോക്കിയാൽ, നിങ്ങൾ നല്ല രൂപത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മികച്ച മാതൃകാ പുരുഷൻ പ്രവാചകനാണ് എന്നതിൽ എനിക്ക് സംശയമില്ല. ഞാൻ കൂടുതൽ സമയം എടുത്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ഇങ്ങനെ പറഞ്ഞാൽ തീരില്ല, പ്രവാചകന്റെ കഥകൾ പറഞ്ഞാൽ തീരില്ല എന്നുള്ള ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ്. സോറി. അതൊരു പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരു ഒഴുക്കാണ്. അതെ, ആ ഒഴുക്കിനെ ഒഴുകാൻ വിടുക എന്നുള്ളതാണ് ഈ സദസ്സിനോട് ചെയ്യുന്ന നീതി.
അച്ഛനെ സംസാരിക്കാൻ ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹമുള്ള സജീവൻ സാറെ, പ്രിയമുള്ള ഉസ്താദ്, സ്നേഹമുള്ള സഹോദരങ്ങളെ, വളരെ സന്തോഷമുണ്ട് ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ കയറാനും നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാനൊക്കെ ഉള്ളൊരു അവസരം കിട്ടിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കാരണം ഞാനിവിടെ സൂചിപ്പിച്ചു, ഞാൻ പല പ്രാവശ്യം ഈ ക്യാമ്പസിൻ്റെ മുൻപിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ക്യാമ്പസിൻ്റെ മുമ്പിലൂടെ യാത്ര ചെയ്യുമ്പോഴൊക്കെയും, പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ, ഞാൻ ഏതാണ്ട് ഒരു 10-20 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ എൻ്റെ വൈദിക പരിശീലനത്തിൻ്റെ ഭാഗമായി സെമിനാരിയിൽ ആയിരുന്ന ആ കാലഘട്ടം ഓർക്കുകയാണ്. ഞങ്ങൾക്കൊരു 12 വർഷക്കാലം നിങ്ങളെപ്പോഴൊക്കെ ഈ പരിശീലനത്തിൽ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ കാലം നിങ്ങളിവിടെ ഇരിക്കുന്ന ആളുകളുടെ മനോവികാരം എളുപ്പത്തിൽ വായിച്ചെടുക്കാനായിട്ട് എനിക്ക് സാധിക്കും. എന്താണ് നമ്മുടെയൊക്കെ ഈ പരിശീലനത്തിലുള്ള പ്രത്യേകതകൾ, അതിൻ്റെ മനോവികാരങ്ങൾ എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ക്യാമ്പസിലായിരിക്കുമ്പോൾ ഇതുപോലുള്ള ആഘോഷങ്ങൾ, പ്രത്യേകിച്ച് അനുസ്മരണങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിൻ്റെ ആ ഒരു ഓർമ്മകളുമായിട്ട് ഇവിടെ സമ്മേളിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് എന്നതിന് സംശയമില്ല. ഞാൻ ആദ്യമായി തന്നെ ഈ നബിദിനത്തിൻ്റെ ആശംസകൾ നിങ്ങൾക്ക് സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ഞാൻ ജനിച്ചത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ താലൂക്കിൽ പുലാമന്തോട് പഞ്ചായത്തിൽ കുരുവമ്പലം വില്ലേജിലുള്ള ഒരു സ്ഥലത്താണ്. നമ്മളിവിടുന്ന് പെരിന്തൽമണ്ണയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ അങ്ങാടിപ്പുറം അമ്പലത്തിൻ്റെ മുമ്പിലെത്തി കഴിയുമ്പോൾ അവിടുന്ന് വലത്തേക്കൊരു വഴി കിടപ്പുണ്ട്. അത് പരിയാപുരം എന്ന് പറയുന്ന ഒരു സെൻറ് മേരീസ് സ്കൂള്, അവിടെ ക്രിസ്ത്യൻ ചർച്ചൊക്കെ ഉണ്ട്, ക്രിസ്ത്യൻ കുടിയേറ്റ സമൂഹമാണ്. അതും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴൊരു സ്ഥലമാണ് ഈ ചിരട്ടാമല എന്ന് പറയുന്ന ഒരു ഗ്രാമം. അത് ഞാൻ പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ചിരട്ടാമലയിലെ ഗ്രാമത്തിൽ ഞാൻ ജനിക്കുന്ന കാലഘട്ടത്തിൽ, വളരുന്ന കാലഘട്ടത്തിൽ അവിടെ ഏകദേശം ഒരു 1500 കുടുംബങ്ങളുണ്ടാവും. ഏതാണ്ട് ക്രിസ്ത്യൻസും മുസ്ലിംസും ഹൈന്ദവ സഹോദരങ്ങളും ഒരുപോലെ എണ്ണമുള്ള ഒരു കൊച്ചു ഗ്രാമമാണ്. അപ്പോൾ നമ്മൾ ഈ കണ്ണു തുറന്ന് ഒരു തിരിച്ചറിവൊക്കെ ആകുന്ന ആ കാലം മുതൽ കാണുന്നത് ഒരേപോലെ ഈ പറയുന്ന പോലെ നബിദിനം ആഘോഷിക്കുകയും ഒരേപോലെ ഓണം ആഘോഷിക്കുകയും ക്രിസ്മസ് ഒരു വലിയ ആഘോഷമായി കാണുകയൊക്കെ ചെയ്യുന്ന, ഈ ജാതിമത വർഗ വ്യത്യാസങ്ങളൊന്നുമില്ലാത്ത എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ നല്ല അയൽപക്ക ബന്ധങ്ങളിൽ കഴിയുന്ന ഒരു കൊച്ചു ഗ്രാമമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആയിരുന്നുകൊണ്ട് ഹൃദ്യം പ്രവാചകൻ മുഹമ്മദ് നബിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എങ്ങനെ മുഹമ്മദ് നബിയെ മനസ്സിലാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ആ ഗ്രാമത്തിൽ ഞാൻ വളർന്നു വന്ന അവസരത്തിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന, പിന്നീട് ഞാൻ പഠിച്ചിട്ടുള്ള എൻ്റെ സഹപാഠികളായിട്ടുള്ള, അയൽപക്കക്കാരായിട്ടുള്ള, ഇസ്ലാമിക വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന സഹോദരി സഹോദരന്മാരിലൂടെയാണ്. പ്രത്യേകിച്ച് എൻ്റെയൊക്കെ ബാല്യകാലം എന്ന് പറയുന്നത് ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മൾ മുക്തി നേടി ഒരു ടെക്നോളജിയുടെ കാലഘട്ടത്തിലേക്കൊന്നും എത്തിയിട്ടില്ലാത്ത, എന്ന് പറഞ്ഞാൽ റേഡിയോ പോലും അത്ഭുതമായി കണ്ടിരുന്ന ഒരു കാലഘട്ടം. ടെലിവിഷനൊക്കെ വന്നപ്പോൾ ഇപ്പോൾ ആനയൊക്കെ കാണാൻ വേണ്ടി കാഴ്ച ബംഗ്ലാവിൽ പോകുന്നത് പോലെ ഓടിക്കൂടി ഈ ടെലിവിഷൻ കാണുകയും ഒരേ സമയം ടെലിവിഷനിൽ നോക്കുകയും പുറത്തിറങ്ങി അത് പിടിക്കുന്ന നമ്മുടെ ആൻറ്റിന, അത് വലിയൊരു ഏണി പോലൊരു സാധനമായിരുന്നു അന്ന്. അപ്പോൾ അതൊക്കെ പോയി നോക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ പരസ്പരം പങ്കുവെച്ചും ഭക്ഷണപദാർത്ഥങ്ങൾ ഷെയർ ചെയ്തും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അയൽപക്കത്തെ വീടുകളിൽ ചെന്ന് അപ്പോഴേക്കുള്ള സാമ്പത്തിക മുട്ടുമാറ്റാൻ വേണ്ടി കടം മേടിച്ചുമൊക്കെ പരസ്പരം കൈമാറിയിരുന്ന ആ കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ്, ആ സഹോദരന്മാരിൽ നിന്നാണ് ഞാൻ എപ്പോഴും ഈ പ്രവാചകൻ മുഹമ്മദ് നബീനെ ഞാൻ നോക്കിക്കണ്ടിട്ടുള്ളത്. പിന്നീട് ഞങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങളൊക്കെ പഠിക്കുന്ന പോലെ തന്നെ ഇതര മതങ്ങളെക്കുറിച്ചുള്ള ഒരു സബ്ജക്റ്റുണ്ട്. അത് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളെ ഫാദർ വിൻസെൻ്റ് കുണ്ടൂളം എന്ന് പറയുന്ന ഒരു അച്ഛനാണ്. നിങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാകും. അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ്. എപ്പോഴും ഈ മതസൗഹാർദ്ദ സമ്മേളന വേദികളിൽ സംസാരിക്കുന്ന വളരെ വളരെ പണ്ഡിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം എല്ലാ മതങ്ങളെക്കുറിച്ചും ആഴമായി പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ അവസരത്തിലാണ് ഞങ്ങൾ ഇസ്ലാമിക ചരിത്രവും മുഹമ്മദ് നബിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു സാമാന്യം അറിയാൻ വേണ്ടി മാത്രമുള്ള പഠനം നടത്തിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ചെയ്യുന്ന പോലെ ആ പരിസരത്തുള്ള ആലുവയിലാണ് ഞാൻ പഠിച്ചത്. ആ പരിസരത്തുള്ള മസ്ജിദിൽ നിന്ന്
ഉസ്താദുമാരെ കൊണ്ടുവന്ന് ഈ ഇസ്ലാമിക മതത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം അതിനെല്ലാം വെളിച്ചത്തിൽ ഇന്ന് നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുഹമ്മദ് നബിയെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയുന്ന ഒരു മാതൃക എന്ന് പറയുന്നത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മക്കയിലും മദീനയിലുമുള്ള പ്രദേശങ്ങളിൽ ജനവിഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങൾ, അത് അവരുടെ ജന്മസിദ്ധമായി കിട്ടിയതായിരിക്കാം, ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിച്ചുകൊണ്ടതല്ല. അറിവില്ലായ്മയുടെ ഒരു കാലഘട്ടത്തിൽ അവർ പിന്തുടർന്ന് വന്നിരുന്ന അന്ധവിശ്വാസങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ചില ആരാധനാ രീതികൾ, അതുകൊണ്ടൊന്നും മനുഷ്യനൊരു ഒരു സമാധാനമോ ദൈവികമായ കാഴ്ചപ്പാടുകളോ ഉണ്ടായിരുന്നില്ലാത്ത ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള സാമൂഹിക പരിഷ്കരണമാണ് എക്കാലത്തും മുഹമ്മദ് നബിയെക്കുറിച്ച് ആര് സംസാരിച്ചാലും എടുത്തു പറയാൻ കഴിയുന്നൊരു കാര്യം എന്നതിന് സംശയമില്ല. അതിൻ്റെ ഒരു ബാക്കിപത്രമാണ് ഇവിടെ സജീവൻ സാറ് പറഞ്ഞതുപോലെ ഈ നല്ലൊരു ഭരണാധികാരി എന്നുള്ള അദ്ദേഹത്തെക്കുറിച്ചുള്ള ചിന്തകൾ. എങ്ങനെ ഒരു ജനസമൂഹത്തെ, വിവിധ വിശ്വാസമുള്ളവരുണ്ടാകാം, വിവിധ ചിന്താഗതിയുള്ളവരുണ്ടാകാം, വിവിധ താല്പര്യങ്ങളുള്ളവരുണ്ടാകാം, അങ്ങനെയുള്ള ഒരു ജനസമൂഹത്തെ, ഒരു രാജ്യത്തിലെ അംഗങ്ങളെ, പൗരന്മാരെ ഒന്നിച്ച് ഒരു ചരടിൽ കോർത്ത മുത്തുമാല പോലെ നിർത്തുക എന്ന് പറയുന്നത് ഒരു നല്ല ഭരണാധികാരിയുടെ ഏറ്റവും സവിശേഷമായിട്ടുള്ള കഴിവാണ്. അതിന് മുഹമ്മദ് നബിക്ക് സാധിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ നാടുവാഴികളും ചെറിയ രാജാക്കന്മാരും ഒക്കെ ഭരിച്ചിരുന്ന ഒരു സാമൂഹിക അല്ലെങ്കിൽ രാഷ്ട്രീയ സ്ഥിതി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഈ ജനസമൂഹത്തെ ഒറ്റ ഒരു മനസ്സോടുകൂടി ഒരേ രീതിയിൽ ചിന്തിക്കുന്ന, ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന, ഒരേ രീതിയിൽ സംഘടിക്കുന്ന ഒരു ജനസമൂഹമായിട്ട് അദ്ദേഹത്തിൻ്റെ അനുയായികളെ നിലനിർത്താൻ സാധിച്ചു എന്നുള്ളത് ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്ന ഒരു കഴിവല്ല. ഒരു പകുതി വരെ എങ്കിലും അതൊരു ദൈവികമായിട്ടുള്ള സിദ്ധിയാണ് ഒരു മനുഷ്യന്. അപ്പം അതിന് അദ്ദേഹത്തിന് ആ പ്രവാചകത്വം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് നമുക്ക് അതിനെ കാണാൻ സാധിക്കും. അദ്ദേഹം തൻ്റെ കാലശേഷം അതിന് നേതൃത്വം, ഭരണാധികാരം ഖലീഫമാരിലേക്ക് കൈമാറുന്ന രീതികളൊക്കെ എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. ആ കൈമാറുന്ന രീതികളൊക്കെയും അവരോട് അനുവർത്തിക്കണമെന്ന് പറയുന്ന ഭരണചിട്ടകളെക്കുറിച്ചുമൊക്കെയും അദ്ദേഹം കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ വളരെ ശ്ലാഘനീയമായിട്ടും ഏതൊരു ഭരണാധികാരിക്കും, ഏതൊരു സാമൂഹിക നേതാവിനും, ഒരു സമൂഹത്തെ നയിക്കുന്ന ഏതൊരു വ്യക്തിക്കും സ്വീകരിക്കാവുന്ന ഒരുപാട് നല്ല ഗുണങ്ങൾ അദ്ദേഹത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും എന്ന കാര്യത്തിന് സംശയമില്ല. ഇവിടെ പറഞ്ഞതുപോലെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ഞാൻ പ്രാപ്തനല്ല. കാരണം ആത്മീയമായ വീക്ഷണത്തിലൂടെ മുഹമ്മദ് നബിയെ പിന്തുടരാനോ അല്ലെങ്കിൽ ആ രീതിയിൽ പഠിക്കാനോ എനിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട്, അതുമാത്രമല്ല എന്നെ കേൾക്കുന്ന നിങ്ങൾ അതിനേക്കാൾ കൂടുതലായിട്ട് അറിയാമെന്നുള്ളവരായതുകൊണ്ട് ഞാൻ ആത്മീയമായ വീക്ഷണങ്ങൾ പറയുന്നതിൽ എനിക്ക് അത്ര പരിജ്ഞാനമില്ല. ഞാൻ പ്രത്യേകിച്ചൊരു കാര്യം, നമ്മളിതുപോലൊരു സദസ്സിൽ എനിക്ക് ഒരു നല്ലൊരു അനുഭവം ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ അബുദാബിയിൽ ഒരു സന്ദർശനം നടത്താനിടയായി. കഴിഞ്ഞ സെപ്റ്റംബറിലാണ്. അപ്പം അങ്ങനെ ഒരു സന്ദർശനം നടത്തി കഴിഞ്ഞപ്പോൾ അവിടെ എന്നെ കൊണ്ടുപോയിരുന്ന ആളുകൾ പറഞ്ഞു, ഇവിടെ അബ്രാഹിമിൻ്റെ മക്കൾ എന്ന പേരിൽ, സൺസ് ഓഫ് അബ്രഹാം എന്ന പേരിൽ ഒരു പള്ളിയുണ്ട്. പള്ളി മീൻസ് മസ്ജിദുണ്ട്, ജൂതന്മാരുടെ സിനഗോഗുണ്ട്, ക്രിസ്ത്യൻ ദേവാലയമുണ്ട്. അത് പുതുതായിട്ട് അബുദാബിയിലെ ഗവൺമെൻറ് ഭരണാധികാരികൾ നിർമ്മിച്ചതാണ്. അതൊരിക്കൽ കണ്ടിരിക്കുന്ന നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അവിടെ കാണിക്കാനായിട്ട് കൂട്ടിക്കൊണ്ടുപോയി. എനിക്ക് വലിയ അത്ഭുതം തോന്നിയത്, അതിൻ്റെ 3 ദിശകളാണുള്ളത്. നേരെ മസ്ജിദിൻ്റെ സ്ഥലമാണ്, ലെഫ്റ്റിൽ ഒരു ക്രിസ്ത്യൻ ദേവാലയം, റൈറ്റ് സൈഡിൽ ജൂത പള്ളി, അതാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ അതിനെക്കുറിച്ച് വളരെ മനോഹരമായി ഗവൺമെൻറ്റിൻ്റെ സംവിധാനത്തിൽ തന്നെ അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചും എങ്ങനെയാണ് ഒരു സർവ്വമത സാഹോദര്യത്തിൽ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ലോകം മുന്നോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ചുമൊക്കെ വളരെ മനോഹരമായിട്ടുള്ള വിവരണം കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആളുകളെ ഗവൺമെൻറ് പരിശീലിപ്പിച്ച് അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പം അത് ഞാൻ പറയുന്നത് ഒരു മുസ്ലിം ഭരണാധികാരിയുടെ ഒരു കാഴ്ചപ്പാടാണ്, അബുദാബി ഭരിക്കുന്ന രാജാവിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. സ്വാഭാവികമായും അതൊരു സഹിഷ്ണുതയുടെ ഒരടയാളമാണ്. എങ്ങനെ നമുക്ക് നമ്മുടെ ആശയങ്ങളിൽ നിന്നുകൊണ്ട്, നമ്മുടെ വിശ്വാസങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇതര സമൂഹത്തോടും ഇതര വ്യക്തികളോടും
നമുക്ക് സഹിഷ്ണുത പുലർത്താൻ കഴിയും എന്നുള്ളതിന് വലിയ നല്ലൊരു ഒരു ഉദാഹരണമായിട്ടാണ് ആ അബ്രാമിൻ്റെ മക്കൾ എന്നുള്ള ആ പള്ളി അവിടെ നിലകൊള്ളുന്നത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു, ഞാൻ കൃത്യമായി എനിക്ക് കൊട്ടേഷൻസൊക്കെ ഖുറാനിൽ നിന്ന് പറയാൻ കഴിയുന്നില്ല, എങ്കിലും മുഹമ്മദ് നബി നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശങ്ങളിലൊന്ന് പരിപൂർണമായ സഹിഷ്ണുത പുലർത്തുന്നവരായിട്ട് നമ്മളായിരിക്കണം എന്നുള്ളതാണ്. അയൽവക്കക്കാരോടുള്ള സ്നേഹവും പരിഗണനയും അതുപോലെ അവരുടെ വിശ്വാസങ്ങളോടുള്ള നമ്മുടെ ആദരവും അത് സ്വാഭാവികമായും ഈ മുഹമ്മദ് നബിയിൽ നമ്മൾ പഠിച്ചെടുക്കേണ്ട വലിയ ഒരു ഗുണമായിട്ട് ഈ കാലഘട്ടത്തിൽ മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മളിന്ന് സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണല്ലോ. അങ്ങനെ പോകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് ഏതൊരു ദുഷ്ട മനസ്സുള്ള ആൾക്കും അദ്ദേഹത്തിൻ്റെ ആശയം ഈ ലോകത്തിൽ ആർക്കും കാണാൻ കഴിയുന്ന, കേൾക്കാൻ കഴിയുന്ന രീതിയിൽ പറയാനും പ്രചരിപ്പിക്കാനും കഴിയുന്ന ഒരു മീഡിയം നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ സ്വാഭാവികമായും ഈ സഹിഷ്ണുതയുടെ അതിർവരമ്പുകളൊക്കെ ലംഘിക്കപ്പെടുന്ന സംഭവങ്ങൾ നമ്മൾ കാണുകയാണ്. ഉത്തരവാദിത്തമുള്ള വ്യക്തികൾ പോലും വളരെ നിസ്സാരമായി ഈ മതസൗഹാർദ്ദം തകർക്കപ്പെടുന്ന രീതിയിലുള്ള പ്രസ്താവനകളും ആരോപണങ്ങളും പ്രചാരണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മുഹമ്മദ് നബിയെ പോലെ നമുക്ക് മാതൃകാപുരുഷനായി തീർന്നിട്ടുള്ള പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്ന ഈ സഹിഷ്ണുതയുടെ മൂല്യങ്ങൾ നമ്മൾ കണ്ടെത്തണം, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കണം എന്നതിന് യാതൊരു സംശയവുമില്ല. ഇത്തരം സമ്മേളനങ്ങൾ നമ്മളെ അതിന് സഹായിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പലപ്പോഴും നമ്മുടെ വിശ്വാസങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ അസ്വസ്ഥരാകുന്നവരാണ്. പ്രത്യേകിച്ച് മതപരമായി നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, പുരോഹിത ധർമ്മം നിർവഹിക്കുന്ന ആളുകൾ പലപ്പോഴും പെട്ടെന്ന് വിശ്വാസങ്ങളൊക്കെ കുറഞ്ഞു പോകുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ വിശ്വാസികൾ നമ്മളിന്ന് വിഘടിച്ചു പോകുന്നതിനെക്കുറിച്ചൊക്കെ ഓർത്ത് അസ്വസ്ഥരാകുന്നവരാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങനെ അസ്വസ്ഥരാകേണ്ട കാര്യമൊന്നുമില്ല. കാരണം എല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ ക്രമീകരണമെല്ലാം ദൈവം വളരെ മനോഹരമായി സംവിധാനം ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമാണ്. ഇനി നമ്മളായിട്ട് ഒരു കത്തിയെടുത്താലേ വാളെടുത്താലേ ഇതെല്ലാം ക്രമീകരിക്കാൻ പറ്റൂ എന്ന് ചിന്തിക്കുന്നത് വളരെ അബദ്ധപൂർണമായ ഒരു ചിന്തയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ ലോകത്തിൽ നമ്മുടെ ഒരു ആയുസ് എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. പിന്നെ അതുകൊണ്ട് എങ്ങനെ നമ്മുടെ ഈ വിശ്വാസത്തെ നമ്മൾ നിലനിർത്താൻ കഴിയും? ഈ വിശ്വാസത്തിൻ്റെ പ്രസക്തി എന്താണ്, പ്രാധാന്യം എന്താണ്, കാലഘട്ടത്തെ എങ്ങനെയാണ് നമ്മുടെ വിശ്വാസ സംഹിതകൾക്ക് അല്ലെ നമ്മുടെ പ്രത്യയശാസ്ത്രങ്ങൾക്ക് മറികടക്കാനായിട്ട് സാധിക്കുക? വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ പറയുന്നുണ്ട്, ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു വിശ്വാസ സമൂഹം നശിക്കുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ അവസാനത്തെ ആളും ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ ജീവിതശൈലി കൈവിടുമ്പോഴാണ്. ഇനി അങ്ങനെ ആ പ്രത്യയശാസ്ത്രത്തെ അനുഗമിക്കുന്ന അല്ലെ അതിനെ ജീവിതശൈലിയാക്കി മാറ്റുന്ന ഒരാൾ പോലും ജീവിച്ചിരിക്കുന്നില്ല എന്ന് പറയുന്നിടത്താണ് ആ പ്രത്യയശാസ്ത്രം അല്ലെ വിശ്വാസ സംഹിത പരാജയപ്പെടുന്നത് എന്ന് പറയാൻ സാധിക്കും. നമുക്ക് അതാണ് നമ്മുടെ മുമ്പിൽ നമ്മൾ കാണേണ്ട കാര്യം. എൻ്റെ വിശ്വാസം മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് കാണിക്കാൻ അല്ലെങ്കിൽ എനിക്ക് അത് യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുന്നത് ആ വിശ്വാസത്തിൻ്റെ തത്വങ്ങൾക്ക് അടിസ്ഥാനപ്പെട്ട ഒരു ജീവിതശൈലി നമ്മൾ രൂപീകരിക്കുമ്പോഴാണ്. ആ ജീവിതശൈലിയുടെ വക്താക്കളായി നമ്മൾ മാറുകയാണെങ്കിൽ പിന്നെ നമുക്കധികം മൈക്ക് കെട്ടി പ്രസംഗിക്കേണ്ട കാര്യമില്ല, ആളുകളെ സംഘടിപ്പിച്ച് മറ്റൊരാളെ എതിരിടാൻ പോകേണ്ട കാര്യമില്ല, സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ അടിച്ച് തോപ്പിക്കാൻ പോകേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതം തന്നെ ഈ പറയുന്ന പ്രവാചകൻ്റെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു അടയാളമായി ജീവിക്കുന്ന ഒരു തെളിവായിട്ട് നമുക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു ഈ നബിദിനമൊക്കെ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ്, വ്യക്തിപരമായി നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യം അതാണ്. എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ ജീവിത ശൈലിയിലൂടെ, എൻ്റെ സംസാരത്തിലൂടെ, എൻ്റെ പെരുമാറ്റത്തിലൂടെ, എൻ്റെ ഇടപഴകലിലൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ ഈ പ്രവാചകൻ പറഞ്ഞിട്ടുള്ള, എന്നെ പഠിപ്പിച്ചിട്ടുള്ള, എനിക്ക് കാണിച്ചു തന്നിട്ടുള്ള മൂല്യങ്ങൾ, ആശയങ്ങൾ ഞാൻ കാണിച്ചു കൊടുക്കും. അതാണ് നമ്മൾ എടുക്കേണ്ട ഒരു ഉത്തമമായ തീരുമാനം എന്നെനിക്ക് തോന്നുകയാണ്. ഞാൻ ഇനി സംസാരിക്കണം, വീണ്ടും ആവർത്തി സംസാരിക്കാം. എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ പ്രകടിപ്പിക്കുന്നു. സജീവൻ സാറിൻ്റെ ഒരുപാട് ലേഖനങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. സാറിനെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. സാറ് ഈ പറയുന്ന പോലെ പത്രപ്രവർത്തന മേഖലയിലായതുകൊണ്ട് ഓരോ വാക്കുകളെയും വളരെ സൂക്ഷ്മമായിട്ട് പഠിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള അറിവുണ്ട്. അങ്ങനെ നമ്മുടെ ഈ പറയുന്ന ഹൃദയം പ്രവാചകൻ മുഹമ്മദ് നബി എന്ന വിഷയത്തെക്കുറിച്ച് സജീവ് സാറിനെ കേൾക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് ആശയങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്. സാറിനോട് ഞാൻ നന്ദി പറയുന്നു. ഇവിടെ ഇത് സംഘടിപ്പിച്ച നിങ്ങൾ ഓരോരുത്തരോടുമുള്ള എൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. മാഷാ അല്ലാഹ്.
പ്രവാചകർ യേശുവിനെയും ബുദ്ധനെയും പോലെ ദയാമയനായ ഒരു ഗുരു മാത്രമായിരുന്നില്ല. ശൂരനായ ദാവീദും കീഴടങ്ങാത്ത മോശയും പ്രവാചകന്റെ വ്യക്തിത്വത്തിൽ അന്തർലീനമായിരുന്നു. ശൂരത്വം ആവശ്യമുള്ള സമയത്ത് ശൂരത്വവും, ലാളിത്യം ആവശ്യമുള്ള സമയത്ത് ലാളിത്യവും, കേവലം വേദോപദേശം നൽകുന്ന ഗുരുവിൽ നിന്നും ആവശ്യമുള്ള സമയത്ത് രാഷ്ട്രനായകത്വവും ഏറ്റെടുക്കുന്ന വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ കേവലം പ്രവാചകൻ എന്നതിലുപരി രാജപ്രവാചകൻ എന്ന് വിളിക്കണം എന്നൊക്കെ ചിന്തകന്മാർ എഴുതിയിട്ടുണ്ട്. അതിവിടെ സജീവൻ സാറും ഫാദറും രണ്ടുപേരും ഊന്നി പറയുകയുണ്ടായി. പ്രവാചകൻ്റെ ജീവിത മാതൃകകൾ പകർത്തി അങ്ങോട്ട് ജീവിച്ചാൽ മതി, പിന്നെ സോഷ്യൽ മീഡിയയിൽ പോയി കമൻ്റ് ചെയ്ത് ആരെയും തോൽപ്പിക്കേണ്ടതില്ല എന്ന അച്ഛൻ്റെ പ്രസ്താവന വളരെയധികം നമ്മളെയൊക്കെ ചിന്തിപ്പിക്കേണ്ടതാണ്. അപ്പം അവിടുത്തെ കാരുണ്യം, സഹജീവികളോടുള്ള കാരുണ്യം, അത് യുദ്ധത്തിൽ വരെ പ്രകടമായി എന്നുള്ളതാണ് കൗതുകം. കാരുണ്യം എങ്ങനെയാണ് യുദ്ധത്തിൽ പ്രകടമാവുക? യുദ്ധം എന്ന് പറഞ്ഞാൽ കൊല്ലുന്ന സ്ഥലമാണ്. കൊല്ലാനാണ് ആളുകൾ ചീറിയെടുക്കുക. ആ സമയത്ത് കൊല്ലാൻ വേണ്ടി ചീറിയെടുക്കുന്ന അയാളോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യം അയാളെ കൊല്ലേണ്ടി വരുമെന്നത് ഉറപ്പാണ്. ഒറ്റ വെട്ടിന് കൊല്ലുക എന്നുള്ളതാണ്. റോമ, പേർഷ്യൻ സാമ്രാജ്യങ്ങളൊക്കെ ആളുകളെ കൊന്നത്, ആളുകളെ കെട്ടിയിടുകയും, റോമ രാജാക്കന്മാർക്കൊരു ശീലം തന്നെ ഉണ്ടായിരുന്നു, ആളുകളെ കെട്ടിയിടുക, എന്നിട്ട് വിശന്ന് വലഞ്ഞ ഹിംസ്ര ജന്തുക്കളെ, വന്യജീവികളെ കെട്ടഴിച്ചു വിടുക. അതുപോലെ കൈവെട്ടുക, കാല് വെട്ടുക, മൂക്കരിയുക, ചെവി അരിയുക, എന്നിട്ടിങ്ങനെ ആനന്ദിക്കുക, എണ്ണയിലിട്ട് പൊരിക്കുക, അങ്ങനെയൊക്കെയുള്ള ശീലങ്ങളായിരുന്നു. പ്രവാചകൻ പറഞ്ഞത് കൊല്ലേണ്ടി വന്നാൽ ഒറ്റവെട്ടിന് കൊല്ലണം എന്നായിരുന്നു. പ്രവാചകരായിരുന്നില്ല കൊന്നത്, രാജ്യമായിരുന്നു. പ്രവാചകൻ പടുത്തുയർത്തിയ രാഷ്ട്രമായിരുന്നു. ആ രാഷ്ട്രം മദീനയിലേക്ക് വന്ന ഉടനെ പരസ്പരം എല്ലാവർക്കും ഭക്ഷണം നൽകണം എന്ന് പറയുന്നതിന് മുമ്പ് പ്രവാചകർ പറഞ്ഞത് സമാധാനം ഉറപ്പാക്കണം എന്നുള്ളതായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ചുറ്റുമുള്ള എല്ലാ ഗോത്രങ്ങളുമായിട്ടും കരാറിൽ ഏർപ്പെട്ടു. നമ്മളെല്ലാം ഒന്നാണ്, പുറത്തുനിന്ന് എന്ത് അക്രമങ്ങൾ വന്നാലും നമ്മൾ ഒരുമിച്ച് പ്രതിരോധിക്കും എന്നായിരുന്നു കരാർ. ഈ കരാർ അടിസ്ഥാന പ്രകാരം ക്രമസമാധാനം നിലനിന്ന ആ നാട്ടിൽ പുറത്തുള്ള ശത്രുക്കളോട് സഖ്യത്തിലേർപ്പെടുകയും നാട്ടിലെ ക്രമസമാധാനം തകർക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ചില ഗോത്രങ്ങളൊക്കെ തിരിഞ്ഞപ്പോഴായിരുന്നു പ്രവാചകൻ വാളെടുത്തത്. കാരണം മനസമാധാനം നിലനിർത്താനുള്ള ഒരു വാളെടുക്കലായിരുന്നു അത്. കാരുണ്യത്തെക്കുറിച്ച് പറയുമ്പോൾ യേശുവിനെ കുറിച്ചും പറയാറുണ്ട്. പാപിയായ മനുഷ്യർക്ക് ഒരു തണലായി തോന്നിയിട്ടാണ് പാപികൾക്ക് ഇനി എങ്ങോട്ട് പോകണം എന്ന അനിശ്ചിതത്വത്തിൽ നിൽക്കുമ്പോൾ യേശു ഒരു അഭയസ്ഥാനമായി മാറുന്ന കാഴ്ച നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിലാണെന്ന് തോന്നുന്നു, കവിളത്ത് ഒരു കവിളത്ത് അടി കിട്ടിയാൽ മറുകവിൾ കാണിച്ചു കൊടുക്കണം എന്ന് പറയുന്നത്. പ്രവാചകരും പല സമയങ്ങളിലും കാരുണ്യം എന്ന ഭാവം മുൻനിർത്തി പെരുമാറിയത് കാണാം. മുസ്ലിങ്ങളുടെ പള്ളിയിൽ ഒരു പ്രാകൃതനായ അറബി വന്ന് മൂത്രമൊഴിക്കുന്ന സംഭവമുണ്ട്. നമ്മളൊക്കെ പഠിച്ചതാണ്. ഖാമ അറാബിയൻ ഫിൽ മസ്ജിദി ഫബാല. ഒരു കാട്ടറബി വന്ന് മുസ്ലിങ്ങളുടെ പള്ളിയിൽ മൂത്രമൊഴിച്ച് അശുദ്ധമാക്കുന്നു. നബി ആവശ്യപ്പെടുന്നത് അയാളുടെ സ്വഭാവം കാണിച്ചതാണ്.
നിങ്ങൾ വെള്ളമൊഴിച്ചത് വൃത്തിയാക്കണമെന്നായിരുന്നു നബി ആവശ്യപ്പെട്ടത്. വ്യഭിചരിച്ച ശിക്ഷ വേണം എന്ന് പറഞ്ഞ് വന്ന വനിതയെ ഗർഭിണിയായി വന്നപ്പോൾ പ്രസവിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞ് നബി തിരിച്ചയച്ചു. പ്രസവിച്ച ശേഷം അവർ വന്നപ്പോൾ നിങ്ങൾ കുഞ്ഞിന് മുലയൂട്ടിയിട്ട് വരൂ എന്ന് പറഞ്ഞ് അവരെ വീണ്ടും തിരിച്ചയച്ചു. വ്യഭിചരിച്ചതിൻ്റെ പേരിൽ മറ്റൊരാൾ കുറ്റമേറ്റ് പറഞ്ഞപ്പോൾ ആ ഏറ്റു പറയാൻ വേണ്ടി പ്രേരിപ്പിച്ച ആളോട് നബി പരിഭവിച്ചു. നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെ ഇങ്ങോട്ട് വിട്ടത്? അതെന്നോട് പറയാതിരുന്നുകൂടായിരുന്നോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അറിഞ്ഞ സ്ഥിതിക്ക് ഭരണാധികാരിക്ക് ശിക്ഷ നടപ്പാക്കേണ്ടി വരും. പക്ഷെ അത് മറച്ചു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ആ വന്ന ആളോട് നബി ആവശ്യപ്പെട്ടു. ഇങ്ങനെ കാരുണ്യം സ്ഫുരിക്കുന്ന, ആപാത ചൂടം സ്നേഹം സ്ഫുരിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് നബിയെ നമ്മൾ കാണുന്നു. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മറ്റുള്ളവരുടെ വേദനയെ പേറുക എന്നുള്ളൊരു സ്വഭാവം കൂടി ഉണ്ടായിരുന്നു, ഒരു തരം സാക്രിഫൈസ്. അങ്ങനെ അവിടുന്ന് പറഞ്ഞു, ലാ യുമിനു അഹദുക്കും ഹത്താ യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി. നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്ന എന്തും നിങ്ങളുടെ സഹോദരനും ഇഷ്ടപ്പെടണം, അല്ലാതെ നിങ്ങൾ പൂർണ്ണ വിശ്വാസിയാവുകയില്ല. നിങ്ങൾ നിങ്ങളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങളും പെരുമാറണം. അത് വല്ലാത്തൊരു പ്രസ്താവനയാണ്. നമ്മളത് പഠിച്ചതും പറയുന്നതും പ്രസംഗിക്കുന്നതൊക്കെയാണ്. പക്ഷേ അതുപോലെ പ്രവർത്തിക്കുക, പ്രാവർത്തികമാക്കുക എന്നുള്ളത് വളരെയധികം പ്രയാസകരമായ ഒരു ഘട്ടമാണ്. ക്ഷമയെക്കുറിച്ച് എപ്പോഴും സംസാരിച്ചു, സ്നേഹത്തെക്കുറിച്ച് എപ്പോഴും സംസാരിച്ചു, എല്ലാ ജീവികളോടുമുള്ള സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു. ഒരു ഒട്ടകം നബിയോട് അടുത്ത് വന്ന് നിന്നു. ആ ഒട്ടകത്തിൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. ആരാണ് ഇതിൻ്റെ ഉടമ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഉടമയെ വിളിച്ചു വന്നപ്പോൾ പറഞ്ഞു, ഈ ഒട്ടകം നിന്നെക്കുറിച്ച് എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട്. ആ ഒട്ടകത്തിൻ്റെ കാര്യത്തിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ആ ഒട്ടകത്തിൻ്റെ കാര്യത്തിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ ഒരു ഒട്ടകം മിണ്ടാപ്രാണിയാണല്ലോ. ഒട്ടകം തിരിച്ചൊരു പ്രതിഷേധവും സംഘടിപ്പിക്കില്ല എന്ന് അറിഞ്ഞിട്ടും ആ ഒട്ടകത്തോട് കാരുണ്യത്തോടെ പെരുമാറണമെന്ന് അവിടുന്ന് കൽപ്പിച്ചു. നിസ്കരിക്കുന്ന സമയത്ത് ഖുർആനിൽ നിന്നിങ്ങനെ ഓതും, ഒരുപാട് ദീർഘമായി ഓതും. അപ്പോൾ ഒരിക്കൽ നബി അവിടുന്ന് പറയാണ്, ഞാനൊരിക്കൽ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ ഖുർആൻ വിശാലമായി ഓതണം എന്ന താല്പര്യത്തിലാണ് ഞാൻ വന്നത്. ആളുകളിങ്ങനെ കൈകെട്ടി നിൽക്കും. ഒരുപാട് ഓതുന്ന സമയത്ത് പിന്നിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കും. ആ കുഞ്ഞുങ്ങളുടെ ഉമ്മമാരെ ഓർത്ത് ഞാൻ നിസ്കാരം ചുരുക്കും എന്നവിടുന്ന് പറഞ്ഞതായിട്ട് നമുക്ക് അറിയാം. ഒരിക്കൽ ഇശാ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വന്നു. ഒരു സ്വഹാബി പറയാം, ഹസൻ ഹുസൈൻ പേരക്കിടാങ്ങളെയുമായിട്ടാണ് വന്നത്. വല്യുപ്പമാരൊക്കെ പള്ളിയിലേക്ക് പേരക്കിടാങ്ങളെ കൊണ്ടുപോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ നബി നിസ്കരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നിലൊരു സ്വഹാബി അതുപോലെ നിസ്കരിക്കുന്നുണ്ട്. പക്ഷേ ആ സ്വഹാബി സുജൂദ് ചെയ്തു, സുജൂദിൽ നിന്ന് എണീറ്റു, ഇരുന്നു. അപ്പോഴും നബി സുജൂദിൽ തന്നെ കിടക്കുക. അപ്പം അതിന് കാരണം ഹസൻ നബിയുടെ പുറത്ത് കയറിയിരുന്നു. സാഷ്ടാംഗം ഇങ്ങനെ തല കുമ്പിട്ട് തറയിൽ തല ചേർത്ത് വെച്ച് കിടക്കുകയാണല്ലോ നബി. അപ്പോൾ ഹസൻ മുകളിൽ കയറി നിന്നു. ചെറിയ കുഞ്ഞാണ് ഹസൻ റളിയല്ലാഹു അൻഹു. നിസ്കാരം കഴിഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന അനുചരന്മാർ നബിയോട് ചോദിച്ചു, ഇന്ന് ദീർഘമായ സുജൂദായിരുന്നല്ലോ, ദീർഘമായ സാഷ്ടാംഗമായിരുന്നല്ലോ, എന്ത് പറ്റി? അപ്പോൾ ഇന്നബനി ഇർത്തഹലനി, നബി പറഞ്ഞ മറുപടിയാണ്, എൻ്റെ കുഞ്ഞുമോൻ എന്നെ വാഹനമാക്കിയിരുന്നു. ഫകരിഹ്തു അൻ ഉഅജ്ജിലഹു, അവൻ അവിടെ കളിച്ചോട്ടെ എന്ന് കരുതി ഞാനവിടെ സുജൂദിൽ അങ്ങനെ കിടന്നതാന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തോടുള്ള സാമീപ്യവും സൃഷ്ടികളോടുള്ള
കുഞ്ഞുങ്ങളോടുള്ള കാരുണ്യവും ഒരുപോലെ സമന്വയിപ്പിച്ചു കൊണ്ടുപോയി എന്നുള്ള അത്ഭുതകരമായ ഒരു പെരുമാറ്റ ശാസ്ത്രം നബിയിൽ നമ്മൾ കാണുന്നു. ആ കാരുണ്യം എന്ന ഭാവത്തെക്കുറിച്ച്, അതുപോലെ കാരുണ്യത്തിന് വേണ്ടിയുള്ള സഹനം എന്ന ഭാവങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ സംസാരിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും സംസാരിക്കാം. മറ്റു താല്പര്യമുള്ള മറ്റു ഭാവങ്ങൾ, ഇപ്പം യേശുവിൽ അച്ഛൻ ദർശിച്ചിട്ടുണ്ടാവുന്ന മറ്റു ഭാവങ്ങളുണ്ടാവാം, അത് പ്രവാചകരിൽ കാണുന്നതിനെ കുറിച്ച് സംസാരിക്കാം. അതുപോലെ മനുഷ്യരുടെ ജീവിതങ്ങളിൽ പ്രാവർത്തികമാക്കാൻ പ്രയാസമുള്ള മറ്റു ഭാവങ്ങൾ അത് നബി എങ്ങനെ പ്രകടിപ്പിച്ചു എന്നതിനെക്കുറിച്ചും സംസാരിക്കാം. സജീവൻ സാറിനെ ഒരിക്കൽ കൂടി ക്ഷണിക്കും. സഹനത്തിൻ്റെ കാര്യം ഇവർ ചോദിക്കുകയാണെങ്കിൽ കുറേ കൂടെ നല്ലത്. അങ്ങനെയല്ല, ഇവരുടെ ഭാഗത്തുണ്ടാകുന്ന പ്രതികരണം ഉണ്ടാകുന്നല്ലേ, അതല്ലേ കുറേ കൂടെ നല്ലത്. ചോദ്യങ്ങൾ ചോദിക്കും. ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന്. പ്രവാചകൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല വിശേഷണങ്ങളും ഇവിടെ പരാമർശിക്കപ്പെട്ടു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല ഭാവങ്ങളും എല്ലാ രീതിയിലും പ്രവാചകൻ സമ്പൂർണ്ണനാണ് എന്ന രീതിയിൽ ഭരണകൂടത്തിലും നായകൻ എന്ന നിലക്കും അങ്ങനെ പല രീതിയിൽ പ്രവാചകനെ വിശേഷിപ്പിക്കുകയുണ്ടായി. എന്നാൽ എല്ലാ കാലത്തിനും അനുയോജ്യനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ 1500 വർഷങ്ങൾക്ക് മുമ്പ് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു ആധുനിക ലോകത്ത് എങ്ങനെയാണ് പ്രസക്തനാകുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ഇന്ന് നാം നേരിടുന്ന വെല്ലുവിളികൾക്ക്, കുടുംബത്തിൻ്റെ തകർച്ച പോലെ അങ്ങനെയുള്ള വെല്ലുവിളികൾക്ക് എങ്ങനെയാണ് പ്രവാചകൻ ഒരു ഉത്തരമാകുന്നത്? പ്രവാചകൻ ഇന്ന് എങ്ങനെയാണ് നമുക്കിടയിൽ ജീവിക്കുന്നത്, മാതൃകായോഗ്യനാകുന്നത് എന്നതിന് ഒരു കാലത്ത് മാതൃകയായിട്ടുള്ള ഒരാൾക്ക് എക്കാലത്തും മാതൃകയാകാൻ കഴിയും. ഞാൻ ഉദാഹരണമായിട്ട് പറയാം. പ്രവാചകൻ്റെ കാര്യത്തിൽ നേതൃത്വം, നായകത്വം, ഞാൻ നേരത്തെ പറയുമ്പോൾ സൂചന നൽകിയിരുന്നു. പ്രവാചകൻ ഭരണാധികാരിയായിരുന്നു. അതായത് മക്കയിൽ നിന്ന് യസ്രിബിലെത്തുന്നു. യസ്രിബുകാർ പ്രവാചകനല്ല യസ്രിബിൻ്റെ പേര് മാറ്റിയത്. യസ്രിബിൻ്റെ പേര് മാറ്റാൻ പ്രവാചകൻ നിർദ്ദേശിച്ച് ഇത് എൻ്റെ നഗരമാണ് എന്നാക്കണമെന്ന് പറഞ്ഞില്ല. മദീനത്തുൽ റസൂൽ എന്ന പേര് അതിന് വന്നപ്പോൾ നമ്മൾ മദീന എന്ന് പറയുന്നു. യസ്രിബിന് എങ്ങനെയാണ് മദീനത്തുൽ റസൂൽ എന്നുള്ള പേര് വന്നത്? അത് ആ നായകൻ്റെ, ആ ഭരണാധികാരിയുടെ പേരിൽ അറിയപ്പെടണം നഗരം എന്ന് തോന്നിയത് കൊണ്ടാണ്. ഇപ്പോൾ പേര് മാറ്റുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ പകയോടുകൂടി പേര് മാറ്റലാണ്. ഞാൻ സൂചനകൾ മാത്രം പറഞ്ഞു പോവുകയാണ്. അതല്ല ശരിക്കും വേണ്ട. ഇപ്പോൾ പ്രവാചകൻ്റെ കാലത്ത്, അക്കാലത്ത് ചെയ്ത ഏറ്റവും ഒരു ഭരണാധികാരി അന്ന് മാതൃകയായിരുന്നെങ്കിൽ ഇന്ന് മാതൃകയാവുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യ മാത്രം എടുത്തു നോക്കും. വിദ്വേഷ പ്രസംഗങ്ങളോ ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും പ്രവൃത്തികളോ സൂചനകളോ ഭരണാധികാരിയുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല.
പ്രവാചകൻ അക്കാലത്ത് ആദ്യം ചെയ്ത യസ്രിബിൽ ചെയ്തത്, അവിടെയുള്ള തദ്ദേശീയരായിട്ടുള്ള ആളുകളും അവിടേക്ക് വന്നിട്ടുള്ള ആളുകളും ഈ ആളുകൾ തമ്മിൽ സാഹോദര്യം ഉറപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് എല്ലാ ആളുകളും, മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രകീർത്തിച്ചിട്ടുള്ളത് ഇസ്ലാമിൻ്റെ സാഹോദര്യം. അതാണ് ഏറ്റവും വലിയ മികവായിട്ട് കാണിച്ചു. കാരണം സമൂഹത്തിൽ സാഹോദര്യം ഉണ്ടാക്കുക, നിങ്ങളും ഞാനും സഹോദരന്മാരാണ് എന്ന് പറയുക. രണ്ടുപേര് വിശ്വാസികളല്ലാത്ത ആളുകൾക്കും സലാം ചൊല്ലാം. എന്നോട് പണ്ട് സലാം ചൊല്ലുമ്പോൾ സോറി എന്ന് പറയുന്ന ആളുകളുണ്ടായിരുന്നു. സലാം ചൊല്ലിയിട്ട് ഞാൻ സലാം മടക്കുമ്പോൾ സോറി, ഇതിന് വേണ്ടി നമസ്കാരം എന്ന് പറയും. ഞാൻ ഒരാളോട് സലാം ചൊല്ലുന്നതിൽ അത് ജാതിയോ മതമോ നോക്കിയിട്ടല്ലല്ലോ ചൊല്ലുന്നത്. എന്തുകൊണ്ടാണ് സലാം ചൊല്ലുന്നത്? അതിനർത്ഥം ഞാൻ നിങ്ങളെ എന്നെപ്പോലെ പരിഗണിക്കുന്നു എന്നുള്ള സൂചനയാണ്. സാഹോദര്യമാണ് അവിടെ. നിങ്ങളുടെ നന്മ എൻ്റെ കൂടി താല്പര്യമാണ് എന്ന് അത് ഉണ്ടാക്കിയെടുക്കുക. സമൂഹത്തിൽ ആദ്യം തന്നെ പ്രവാചകൻ ആദ്യം ചെയ്ത കാര്യം, ഒരു ഭരണാധികാരി എന്ന നിലയിൽ ആദ്യം ചെയ്തിട്ടുള്ള കാര്യം ഈ സാഹോദര്യം ഉണ്ടാക്കലാണ്. സാഹോദര്യം ഉണ്ടാകും, പല രീതിയിലുണ്ടാകും. ഭക്ഷണം പങ്കുവെക്കുക എന്ന് പറയുന്നത്, ഞാൻ അതുകൊണ്ടാണ് യസ്രിബിൽ ആദ്യത്തെ പള്ളിയുടെ നിർമ്മാണ കാലത്തുണ്ടായ കഥ പറഞ്ഞല്ലോ. അവിടെ പ്രവാചകന് വിശക്കും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഏറ്റവും ഭാരമുള്ള കല്ലുകളൊക്കെ എടുത്തിട്ട്, മറ്റുള്ളവരെ എടുക്കുന്നതിനേക്കാൾ വലിയ കല്ലുകളൊക്കെ എടുത്തിട്ടാണ് പ്രവാചകന്റെ ജോലിയിലുണ്ടായിരുന്നത്. മകല്ലേ ഇതുപോലെ ഈ ആധുനിക കാലഘട്ടത്തിൽ കുടുംബജീവിതത്തിൽ എങ്ങനെ മാതൃകയായിരിക്കും എന്നുള്ളൊരു ചോദ്യമാണല്ലോ ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നിരീക്ഷിച്ചാൽ മനസ്സിലാകും. ഒന്ന്, നമ്മൾ ഇസ്ലാമിക വിശ്വാസികൾ കൂടുതൽ താമസിക്കുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ രാജ്യങ്ങളിലോ പോയാൽ അവിടെ ഇല്ലാത്ത ഒരു സംഭവം ഈ മദ്യത്തിൻ്റെ വിൽപ്പന ഇല്ല, പ്രത്യേകിച്ച് ബാറുകളില്ലാന്ന് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അത്തരം വിശ്വാസ സമൂഹങ്ങൾ ഉള്ളിടത്തൂടെ പോയാൽ നമുക്ക് കാണാൻ കഴിയുന്ന സ്ഥലം ഓൾഡ് ഏജ് ഹോമുകളില്ല എന്നുള്ളതാണ്. ഈ രണ്ട് നിരീക്ഷണങ്ങൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ എവിടെ നോക്കിയാലും കാണാൻ സാധിക്കും. അപ്പോൾ അതുതന്നെയാണ് ഈ പറയുന്ന ചോദ്യത്തിൻ്റെ ഉത്തരവും. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ പറയുന്ന വിശ്വാസ മൂല്യങ്ങൾക്ക്, വിശ്വാസ തത്വങ്ങൾക്ക് എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചാൽ, അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു ജീവിത ശൈലി, ഒരു കുടുംബ ജീവിതത്തിൻ്റെ ശൈലി നമ്മൾ പുലർത്തി പോന്നാൽ ഇത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് നമ്മൾ വ്യക്തികൾ, സമൂഹം, പ്രത്യേകിച്ച് കുടുംബം സുരക്ഷിതമായിരിക്കും. അച്ചടക്കമുള്ള കുടുംബ ബന്ധങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഞാൻ പറഞ്ഞ പൂർണ്ണമായോ? ഇല്ല. അപ്പോൾ അതാണ്, അതായത് സാഹോദര്യം ഉണ്ടാക്കുന്നു. ഇക്കാലത്ത് പ്രസക്തമാണോ എന്നുള്ളത് നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കും. നമ്മുടെ ഇന്ത്യയെ പോലുള്ള ബഹുസ്വര സമൂഹത്തിൽ, അവിടെ അന്നുണ്ടായിരുന്നതിനേക്കാൾ വലിയ ബഹുസ്വര സമൂഹമാണ് ഇവിടെ. അവിടെ അറബികളും, അതായത് ഖുറൈശികളും, കുറച്ച് ജൂതന്മാരും, അങ്ങനെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായി. പിന്നീട് മുസ്ലിങ്ങൾ മാത്രമാണ്. ആ 3 കമ്മ്യൂണിറ്റി മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഈ സാഹോദര്യം ഉണ്ടാക്കിയിരുന്നത്. അതിനേക്കാൾ പ്രസക്തമാണോ ഇപ്പോഴത്തെ സ്ഥിതി? ആണ്, സ്വാഭാവികമായിട്ടും ആണ്. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അത് പ്രശ്നമായിട്ട് മാറിയത്? ഗാന്ധി ചോര ഒഴുക്കില്ലാത്ത അഹിംസാത്മകമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യത്തിലേക്കാണ് പോയിരുന്നത്, സമരത്തിലേക്കാണ് അദ്ദേഹം നയിച്ചിരുന്നത് നമ്മളെ. പക്ഷെ അത് മാറാനുള്ള കാരണം, അത് പരസ്പരമുള്ള പകയിലേക്ക് പോകുന്നൊരവസ്ഥ വന്നു. ഇത് ഇപ്പോഴും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലും ഉള്ള പ്രശ്നം അതാണ്. ഈ നമ്മുടെ ലോകത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇന്ന് നിങ്ങൾ പത്രങ്ങളിലൊക്കെ വന്ന വാർത്ത വായിച്ചിട്ടുണ്ടാവും.
ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആഹ്വാനം ചെയ്തിട്ടുള്ളത് പേടിക്കരുത്, പിന്നെ പലസ്തീനെ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കുന്നതിൽ നിങ്ങൾക്ക് ഭീഷണി ഉണ്ടെങ്കിൽ പോലും പേടിക്കരുതെന്നുണ്ട്. എന്തുകൊണ്ട്? ഒരു രാജ്യത്തെ നമ്മൾ അംഗീകരിക്കുമ്പോൾ ഭീഷണിപ്പെടുത്താൻ വേറെ ആളുകൾ വരുന്നു. അവിടെ സാഹോദര്യമല്ല, ഇവിടെ എല്ലാ ആളുകൾക്കും പറ്റും. യുദ്ധമില്ലാത്ത രൂപത്തിൽ ഇപ്പം നമ്മൾ ആലോചിക്കുക, ഇപ്പോഴത്തെ ഇന്നത്തെ വന്ന വേറൊരു വാർത്ത എന്ന് പറയുന്നത് അമേരിക്ക ഇസ്രായേലിന് എത്രയോ കോടികളുടെ ഡോളറിൻ്റെ, എനിക്ക് 800 കോടി ഡോളറിൻ്റെ മറ്റോ ആയുധം വിൽപ്പനയ്ക്ക് കരാർ ഒപ്പിടുകയാണ്, തയ്യാറായിട്ടുണ്ട്. ഇതൊക്കെ സാഹോദര്യം ഉണ്ടാക്കാനല്ല, ആയുധങ്ങളൊക്കെ കലഹത്തിന് വേണ്ടിയുള്ളതാണ്. നേരത്തെ പ്രവാചകൻ ഇതേ വാളെടുത്ത ഒരാളാണ്. അതുണ്ടെങ്കിൽ പോലും നമ്മൾ നോക്കേണ്ടത് ആദ്യത്തെ ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നത് ലോകത്തിൽ ആദ്യമായിട്ട് ഒരു രാജ്യം പൂർണ്ണമായിട്ടും രക്തരഹിതമായിട്ട് മറ്റൊരു കാര്യത്തിൽ മാറുന്നു. മക്കയുടെ കീഴടങ്ങൽ എന്ന് പറയുന്നത് രക്തരൂക്ഷിതമല്ല. അതിലേക്ക് നയിച്ച ഓരോ പടിയും പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾക്ക് പോലും വിയോജിപ്പായിരുന്നു. ഹുദൈബിയ സന്ധിയൊക്കെ വന്ന സമയത്ത് അങ്ങനെ വേണമെന്നുള്ള വിയോജിപ്പുള്ള ആളുകളുണ്ടായിരുന്നു. പ്രവാചകൻ പലതിലും ഈ ഖുറൈശികൾ പറയുന്നൊക്കെ സമ്മതിച്ചു കൊടുക്കുമ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. പക്ഷേ ആ ഹുദൈബിയ സന്ധി വരെ എത്തിച്ചു. പ്രവാചകനെ ഹുദൈബിയ സന്ധിയുടെ ഘട്ടത്തിലുണ്ടായിരുന്ന ഒരു പ്രധാന പ്രവാചകനും അനുയായികൾ ആ വർഷം കഅബയിലേക്ക് പോകാൻ പാടില്ല, ഹജ്ജ് ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരുന്നു. അതും സംഭവിച്ചു. എതിരാളികൾ പറയണ മുഴുവൻ സമ്മതിച്ചു കൊടുക്കുന്നു. പക്ഷേ പിന്നീട് എന്താണ് ഉണ്ടായത്? പിന്നീട് അവിടെ പോവാൻ അനുമതി കിട്ടിയപ്പോൾ പ്രവാചകൻ്റെ, അതാണ് മാതൃക, പ്രവാചകനും അനുയായികളും നിശബ്ദരായിട്ട്, അതിനു മുമ്പത്തെ ഖുറൈശികളുടെ പ്രാർത്ഥനാ രീതി എന്ന് പറയുന്നത് ഉടുതുണി പോലും അത് പാപം ചെയ്ത സമയത്ത് ഇട്ട വസ്ത്രം പോലും ദൈവത്തിന് മുമ്പിലേക്ക് പാടില്ല, ഉടുതുണി പോലും ഭയങ്കരമായിട്ടുള്ള നൃത്തപ്രകടനം നടത്തുന്ന ഒരു രീതിയൊക്കെയായിരുന്നു. അവിടെ നിന്ന് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥന കണ്ടിട്ട് അങ്ങനെ മാറുകയാണ്. മൊത്തം ആളുകൾ വരുന്നു, ഞങ്ങളോട് പൊറുക്കണമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും വരുമ്പോൾ പ്രവാചകൻ രണ്ടാമത്തെ മാതൃകയാണ്. ഇപ്പോഴും യുദ്ധത്തിൽ ജയിച്ചിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ യുദ്ധം ഇല്ലാതെ കീഴടക്കിയിട്ടുള്ള ആൾ, അതിൻ്റെ അപ്പോഴത്തെ അധികാരിയുടെ മുമ്പിലേക്ക് ഹിന്ദിനെ അറിയാമല്ലോ, വളരെ ക്രൂരമായ രൂപത്തിൽ പെരുമാറിയിട്ടുള്ള ഹിന്ദ് എന്ന് പറയുന്ന സ്ത്രീ പോലും പറയുന്നത്, ഞാൻ ഇന്ന ആളുടെ മകൾ ഹിന്ദാണ്, എന്നോട് പൊറുക്കണമെന്ന് പറയുമ്പോൾ നീ എൻ്റെ മാതുരൻ്റെ കരൾ പറിച്ചിട്ട് ഇരുന്ന ആളല്ലേ എന്ന് ചോദിക്കല്ലേ ചെയ്തിട്ടുള്ള പ്രവാചകൻ പറയും നിന്നോട് പൊറുക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മാതൃകയിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ്. ശത്രുവിനോടും പൊറുക്കുക എന്ന് പറയുന്നത് നമ്മൾ എത്ര പേര് ചെയ്യും? അപ്പം പ്രവാചകൻ്റെ ഇത് അക്കാലത്തെ മാതൃക മാത്രമല്ല, ഒരു കാലത്തെ മാതൃക എക്കാലത്തെയും മാതൃകയായിട്ട് മാറുന്നത് ഇതൊക്കെയാണ്. നമ്മൾ അതിനെ വളർത്തണമെങ്കിൽ നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ നമ്മൾ അതായിട്ട് മാറണം. പ്രവാചകൻ ഗംഭീര മാതൃകയായിരുന്നു, പക്ഷെ നമുക്കതിന് വയ്യ എന്ന് പറയുന്ന പോലെയാണ്. ഗാന്ധി നല്ലൊരു ആളായിരുന്നു, പക്ഷെ നമുക്കതിന് വയ്യ എന്ന് പറയുന്ന പോലെ നമ്മൾ ഒക്കെ അങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണ്. പ്രവാചകൻ ഗംഭീരം, എന്തൊരു മഹാനായിട്ടുള്ള ആളായിരുന്നു എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ എന്തുകൊണ്ട് പ്രവാചകൻ്റെ ചര്യ പിന്തുടരുന്നില്ല എന്നുള്ളതാണ്. ലാളിത്യം, പൊറുക്കൽ, സാഹോദര്യം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ മാതൃകയായിട്ട് മാറുക, ധീരതയുള്ള നേതൃത്വം ആവുക, ഇതൊക്കെ ആവാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം അന്നത്തെ മാതൃക തീർച്ചയായിട്ടും ഇന്നത്തെയും മാതൃക തന്നെയാണ്. എൻ്റെ ചോദ്യം അച്ഛനോടാണ്. കാലഘട്ടങ്ങളിൽ ഇതര മതങ്ങളെക്കാളിലും ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടിട്ടുള്ളതോ ആക്ഷേപിക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ളൊരു മതമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ഒരുപക്ഷെ അങ്ങനെയാണ് ഞങ്ങളൊക്കെ വായിച്ചറിഞ്ഞത്. ഞങ്ങളുടെ പരിമിതമായിട്ടുള്ള ജ്ഞാന പരിസരങ്ങളായിരിക്കും, അങ്ങനെയല്ല എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇത്രത്തോളം ഇസ്ലാമിനെതിരെ ഒരു സെലക്റ്റീവായിട്ടുള്ള ഒരു ക്രിറ്റിസിസം വരാൻ കാരണം? അത് മറ്റുള്ള മതങ്ങളെ സൗഹാർദ്ദത്തോടെ കാണുന്ന ഒരു ഇതര മതവിശ്വാസിയിൽ നിന്ന് അറിയാനുള്ള ഒരു കൗതുകം കൊണ്ട് ചോദിക്കും.
ചോദ്യത്തിന് വളരെ കൃത്യമായ ഒരു മറുപടി പറയാനായിട്ട് എൻ്റെ കയ്യിലില്ല. എന്നാലും നമ്മളെപ്പോഴും കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏത് സമൂഹമാണെങ്കിലും, അത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും മതസമൂഹമാണെങ്കിലും, വളരെ അച്ചടക്കത്തോടെ വളരെ ഭംഗിയായി പോകുന്നവരെ വിമർശിക്കാനാണ് കൂടുതൽ ആളുകൾ ഉണ്ടാവുക എന്ന കാര്യത്തിന് സംശയമില്ല. ഉദാഹരണത്തിന്, ഈ മാങ്ങയുള്ള മാവേലെ കല്ലെറിയാനായിട്ട് ആളുകൾ നിൽക്കുകയുള്ളൂ എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായി അതൊരു പ്രവണതയായിട്ടാണ് നമ്മളെപ്പോഴും സമൂഹത്തിൽ കാണുക. അപ്പോൾ അതാണൊരു പ്രധാനപ്പെട്ട കാരണം. പിന്നെ ജനാധിപത്യ സമൂഹത്തിൽ നമ്മളൊരു അക്രമ സ്വഭാവം നമുക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. പക്ഷേ മറ്റ് പ്രദേശങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഈ തരത്തിലുള്ള സംഘർഷങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ സംഘർഷങ്ങളുടെ ബേസിലും കൂടുതലായി നമ്മൾ പലപ്പോഴും വിമർശിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണം. പക്ഷേ നമുക്കിപ്പോൾ ഒരു ഇന്ന കാരണം കൊണ്ട് ഇന്നയാളെ വിമർശിക്കും നമുക്ക് പറയാൻ ഒരിക്കലും സാധിക്കത്തില്ല. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഒരു കൃത്യമായ ഒരു അച്ചടക്ക ബുദ്ധിയോടുകൂടെ നല്ല രീതിയിൽ പോകുമ്പോഴാണ് കൂടുതൽ ആളുകൾക്ക് നമ്മളെ വിമർശിക്കാൻ കഴിയുക. പലപ്പോഴും നിങ്ങൾ ഈ വിമർശനം എന്നൊക്കെ പറയുമ്പോൾ എന്തിനെക്കുറിച്ചാണ് വിമർശിക്കുന്നതുകൂടെ നമ്മൾ ചിന്തിക്കണം. അതായത് നമ്മുടെ വേഷത്തെക്കുറിച്ച്, നമ്മുടെ മറ്റു തരത്തിലുള്ള നമ്മുടെ അച്ചടക്ക രീതികളെക്കുറിച്ചൊക്കെയാണ് വിമർശനങ്ങൾ പലപ്പോഴും വരിക. അത് നമുക്ക് പലപ്പോഴും ഒരു സമൂഹ നിലയിൽ നമുക്ക് ഗുണകരമാണ്. അതുകൊണ്ട് അതിനെ വിമർശിക്കുന്നു. അതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ളത്. അതെൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പ്രിയമുള്ളവരെ, ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ രാഹുൽ ഈശ്വറിൻ്റെ ഒരു ലൈവ് ടോക്കാണ് ഈ വിഷയത്തെക്കുറിച്ച് വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിനിടയിൽ പോകും. ഞായറാഴ്ച ആയതുകൊണ്ട് എൻ്റെ പള്ളിയിൽ തിരക്കുകളുണ്ട്. 5 മണിക്കൊരു പ്രെയർ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകും. ഒരു 10 മിനിറ്റ് കേട്ടതിന് ശേഷം ഞാൻ പോകും. എന്നെ കേട്ടതിനും എന്നെ ഇവിടെ ക്ഷണിച്ചതിനും പ്രത്യേകിച്ച് വളരെ സ്നേഹപൂർവ്വം അവിടെ നല്ലൊരു സ്വീകരണം നൽകി നിങ്ങളുടെ നേതൃത്വത്തിലുള്ള ആളുകൾ, ഉസ്താദുമാരോടും മറ്റെല്ലാ നിങ്ങളുടെ നേതാക്കന്മാരോടും എന്നെ കേട്ട നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടെ ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദി പറയുന്നു. താങ്ക് യു.